ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറല്ല ബിൽഡിങ്ങിൽ ഞങ്ങളെ കയറാൻ താഴെ പൂട്ടി. കൗൺസിൽ ഹോൾ ഞങ്ങൾക്ക് തരാനായി, കൗൺസിൽ അടുത്ത ഹോൾ തരാനായി. ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന സാധനങ്ങൾ അങ്ങോട്ട് താഴെ നിന്നുള്ള ഗ്രില്ല് വരെ പൂട്ടി മേളിലോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിലായി. ജനങ്ങളിലേക്ക് ഇത് എത്തുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നവരും നിങ്ങൾ സഭകളോട് ഉത്തരവാദിത്വമുള്ളവരുമാണ്. ആ നിലയിൽ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ഇത് ജനങ്ങളെ അറിയിക്കാൻ, ശുശ്രൂഷകന്മാരെ അറിയിക്കാൻ. മറ്റൊന്നും തലവേദന കൊല്ലാനോ അല്ലെങ്കിൽ സ്വന്തം നടത്താനോ അല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്. അറ്റ്ലീസ്റ്റ് സഭ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നെങ്കിലും നിങ്ങൾ ഒരു കത്തോ ഒരു പ്രസ്താവനയോ ഒരു പത്രസമ്മേളനമോ നടത്തി ഈ കാര്യം ജനത്തെ അറിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങള് കേരളം മുഴുവൻ ഒരു പ്രാർത്ഥന ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ സമാനതകളില്ലാത്ത പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും തമ്മിൽ നിരന്തരമായ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും സാധാരണ ജനങ്ങളോ വിശ്വാസികളോ ശുശ്രൂഷകന്മാരോ അറിയാത്ത പല കാര്യങ്ങളും കുമ്പനാട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ കേരള സ്റ്റേറ്റിൻ്റെ ഭരണ സംവിധാനം ഒന്നിച്ച്, പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ്സ് 6 പേർ ഒന്നിച്ച് ഒരു പത്രസമ്മേളനം നടത്തി തങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഏറെക്കുറെ പത്രപ്രവർത്തകരുടെ മുൻപിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് IPC കേരള സ്റ്റേറ്റിന് പറയുവാനുള്ളത്, എക്സിക്യൂട്ടീവ്സിന് എന്തൊക്കെയാണ് പറയുവാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നടന്ന പത്രസമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പാസ്റ്റർ KC തോമസ്, സംസ്ഥാന സെക്രട്ടറി പാസ്റ്റർ ദാനിയേൽ കൊന്ന നിൽക്കുന്നതിൽ, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ എബ്രഹാം ജോർജ്, ട്രഷറർ ബ്രദർ PM ഫിലിപ്പ്, ജോയിൻറ്റ് സെക്രട്ടറിമാരായ പാസ്റ്റർ രാജു ആനിക്കാട്, ബ്രദർ ജെയിംസ് ജോർജ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്തു. പ്രധാനമായും സഭ നേരിടുന്ന വെല്ലുവിളികൾ, സഭ എത്തിയിരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം എന്നിവയൊക്കെ അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പല കാര്യങ്ങളും തുറന്നു പറയുവാൻ മടിക്കുന്നുണ്ടെങ്കിലും അവരുടെ വാക്കുകൾക്കിടയിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ കൂടെ ശ്രദ്ധിച്ചാൽ കേരള സ്റ്റേറ്റ് IPC വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. എന്തൊക്കെയാണ് അവർ വെളിപ്പെടുത്തിയത്? പത്രസമ്മേളനത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ഈ വീഡിയോയുടെ അവസാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് ശ്രദ്ധാപൂർവം വീക്ഷിക്കാവുന്നതാണ്. എന്നാൽ അവർ പറഞ്ഞ കാര്യങ്ങളെ 10 വിഷയങ്ങളായി ക്രോഡീകരിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ വ്യക്തമാക്കാം. ഒന്നാമത് അവർ പറഞ്ഞത്, സോഷ്യൽ മീഡിയയിൽ IPCക്കെതിരെ വ്യാജമായ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. സഭയുടെ ലീഡേഴ്സിനെതിരെ, പ്രത്യേകിച്ച് കേരള സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവിലുള്ള പലർക്കെതിരെയും വ്യാജമായ ആരോപണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിനുള്ള വിശദീകരണങ്ങളെല്ലാം പത്രസമ്മേളനത്തിൽ അവർ വെളിപ്പെടുത്തുന്നുണ്ട്. 2, IPC കേരള സ്റ്റേറ്റ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിൽ പ്രായമായ ശുശ്രൂഷയിൽ നിന്ന് വിരമിച്ച ദൈവദാസന്മാർക്ക് പാർക്കുന്നതിനു വേണ്ടി ഒരു ഫ്ലാറ്റ് സമുച്ചയം പണിയുവാനായിട്ട് തീരുമാനിച്ചു. സഭയുടെ സംസ്ഥാന ട്രഷറർ ആയിരിക്കുന്ന ബ്രദർ PM ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ സ്വത്തിൽ നിന്ന് 20 സെൻറ്റ് സ്ഥലം ഈ പ്രോജക്റ്റിന് വേണ്ടി അനുവദിച്ചു, സൗജന്യമായി നൽകി. ആ സ്ഥലത്ത് കൗൺസിലിൻ്റെ തീരുമാനപ്രകാരം 12 അപ്പാർട്ട്മെൻറ്റുകളുള്ള കെട്ടിടം നിർമ്മിക്കുവാനുള്ള തീരുമാനമെടുക്കുകയും അതിന് കൊട്ടേഷൻ ക്ഷണിക്കുകയും അതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ അത് മുടങ്ങിപ്പോയിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ആ പണികൾ മുടങ്ങുവാനുള്ള പ്രധാന കാരണം IPCയുടെ കേരള സ്റ്റേറ്റിൻ്റെ 2 അക്കൗണ്ടുകൾ ജനറൽ കൗൺസിൽ ഇടപെട്ട് ബാങ്കിന് കത്ത് നൽകി ഫ്രീസ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആ അക്കൗണ്ടിലുള്ള പണം എടുക്കുവാനോ പണികൾ മുൻപോട്ട് കൊണ്ടുപോകുവാനോ സാധിക്കുന്നില്ല. ഇതാണ് പ്രതിസന്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4ാമത്തെ കാര്യം, IPC കേരള സ്റ്റേറ്റിൻ്റെ ഓഫീസിൽ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ജോലി ചെയ്തുകൊണ്ടിരുന്ന മാത്യു വർഗീസ് എന്ന മാനേജരെ പിരിച്ചുവിടേണ്ടി വന്നു. അങ്ങനെ പിരിച്ചുവിടപ്പെട്ട മാനേജർ മറ്റു ചിലരുടെ പിന്തുണയോടുകൂടെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ സഭ അടിയന്തരമായി എത്തിപ്പെട്ടിരിക്കുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. 5ാമത്തെ കാര്യം, സഭയ്ക്ക് IPC.live എന്ന പേരിൽ ഒരു വെബ് പോർട്ടൽ ഉണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 40 ലക്ഷത്തോളം രൂപ മുടക്കി വളരെ ക്രമീകൃതമായ നിലയിൽ ക്രമീകരിച്ച
ഈ വെബ് പോർട്ടൽ വഴിയാണ് സഭയുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ശുശ്രൂഷകന്മാരുടെ സ്ഥലം മാറ്റം, അവരുടെ ID കാർഡുകൾ, ഓരോ ലോക്കൽ സഭയെയും സംബന്ധിച്ചുള്ള വിശദമായ ഡാറ്റ, ഓരോ അംഗങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ഇങ്ങനെ സഭയുമായി ബന്ധപ്പെട്ട, കേരള സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന വിശദമായ ഒരു വെബ് പോർട്ടലാണ് സഭയ്ക്കുള്ളത്. ഈ വെബ് പോർട്ടൽ മുഖാന്തരമാണ് സഭയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായി ഒരു പാസ്റ്റർക്ക് ID കാർഡ് കൊടുക്കണമെങ്കിൽ പോലും ഈ വെബ് പോർട്ടൽ ഇല്ലാതെ സാധിക്കുകയില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അങ്ങനെയുള്ള ഈ വെബ് പോർട്ടലിൻ്റെ പ്രവർത്തനങ്ങൾ മുടങ്ങുവാൻ പോകുന്നു. സഭ നിയമിച്ച് ഈ ചുമതലകൾ ഭരമേൽപ്പിച്ചിരുന്ന മാനേജർ മാത്യു വർഗീസ് ഈ വെബ് പോർട്ടലിൻ്റെ പാസ്വേഡുകൾ കൈമാറുവാനോ അതിൻ്റെ ഡൊമൈൻ പോലും അദ്ദേഹത്തിൻ്റെ സ്വന്തമാക്കി മാറ്റിയിരിക്കുന്നു. അതിൻ്റെ പാസ്വേഡുകളോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹം കൈമാറുവാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ സഭ പണം മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഈ വെബ് പോർട്ടലിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം നിലയ്ക്കുന്ന മട്ടിലാണ്. ഇപ്പോൾ തന്നെ സഭയുടെ ഉത്തരവാദിത്വപ്പെട്ട ആർക്കും തന്നെ ആ വെബ് പോർട്ടലിലേക്ക് ആക്സസ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം അവർ വിശദമായി വ്യക്തമാക്കുന്നുണ്ട് ഈ പത്രസമ്മേളനത്തിൽ. 7ാമത്തെ കാര്യം, കേരള സ്റ്റേറ്റ് വിഭജിക്കുവാനായിട്ട് ജനറൽ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ തങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊരുവിധ അറിവുകളുമില്ല. തങ്ങളോട് ആലോചിക്കുകയോ ചോദിക്കുകയോ ചെയ്യാതെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. തങ്ങൾ അങ്ങനെ ഒരു വിഭജനത്തെ അംഗീകരിക്കുന്നുമില്ല എന്ന് കേരളത്തിൻ്റെ എക്സിക്യൂട്ടീവ്സ് വ്യക്തമാക്കുന്നു. മാത്രവുമല്ല, വിഭജിച്ചു എന്ന് പറയുന്ന മേഖലയിൽ തങ്ങൾ മീറ്റിങ്ങുകൾ നടത്താൻ പോവുകയാണെന്നും അവിടെ നിന്നുള്ള കൗൺസിൽ അംഗങ്ങൾ കഴിഞ്ഞ മീറ്റിങ്ങിലും പങ്കെടുത്തിരുന്നു എന്നും അവർ വ്യക്തമാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഈ പത്രസമ്മേളനത്തിൻ്റെ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നതാണ്. 8ാമത്തെ കാര്യം, കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഏറ്റവും വലിയ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ റീജിയൻ. ഏകദേശം സഭയുടെ 90% അംഗങ്ങളും മലയാളികളായിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഘടകത്തിൻ്റെ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നത് സഭയുടെ ആസ്ഥാനമായ കുമ്പനാട് തന്നെയാണ്. ദീർഘവർഷങ്ങൾ അങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സഭയുടെ കേരള സ്റ്റേറ്റിൻ്റെ ഓഫീസും അവിടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ദീർഘവർഷങ്ങളായി കുമ്പനാട്ടാണ് സഭയുടെ കേരള സ്റ്റേറ്റിൻ്റെ കൗൺസിൽ മീറ്റിങ്ങുകൾ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് കുമ്പനാട്ട് IPC കേരള സ്റ്റേറ്റിൻ്റെ കൗൺസിൽ മീറ്റിങ്ങുകൾ നടത്തുവാൻ അനുമതിയില്ല. മാത്രവുമല്ല, കേരള സ്റ്റേറ്റിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങിനകത്ത് മുകളിലത്തെ ഒരു നിലയിലാണ് കേരള സ്റ്റേറ്റ് നടത്തിക്കൊണ്ടിരുന്ന PG കോഴ്സ്, അതായത് ശുശ്രൂഷകന്മാരെ പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ശുശ്രൂഷകന്മാർക്ക് വേണ്ടി നടത്തുന്ന ഒരു 1 ഇയർ കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് നടത്തിക്കൊണ്ടിരുന്നത് ഈ ആസ്ഥാന മന്ദിരത്തിനകത്തുള്ള ഒരു ഫ്ലോറിൽ വെച്ചായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിനുള്ള അനുമതി നിഷേധിച്ചിരിക്കുന്നു. ഇങ്ങനെ ആ ബിൽഡിങ്ങിനകത്തോ ക്യാമ്പസിനകത്തോ കേരള സ്റ്റേറ്റിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടത്തുവാൻ ഇപ്പോൾ അനുമതിയില്ല. ഓഫീസ് മാത്രം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിവൃത്തികെട്ട ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കൗൺസിൽ മീറ്റിംഗ് ഓഫീസിലെ സ്റ്റാഫിനെ മാറ്റിയിരുത്തിയിട്ട് അതിനകത്ത് വെച്ച് നടത്തേണ്ട ഗതികേട് പോലും കേരള സ്റ്റേറ്റിനുണ്ടായി. അതുപോലെ തന്നെ സ്ഥലം ലഭിക്കാതെ വന്നപ്പോൾ കേരള സ്റ്റേറ്റ് മറ്റ് സംവിധാനങ്ങൾ, പുറത്തുള്ള ഓഡിറ്റോറിയങ്ങളൊക്കെ എടുത്ത് കൗൺസിൽ മീറ്റിങ്ങുകൾ നടത്തേണ്ടി വരുന്നു. ഇതോടനുബന്ധമായി മറ്റൊരു കാര്യം കൂടെയുണ്ട്. ആ ഓഫീസ് കോംപ്ലക്സ് നിർമ്മിച്ചപ്പോൾ അതിന് 10 ലക്ഷം രൂപയോ അതിലധികമോ സംഭാവന കൊടുക്കുന്ന ആളുകൾക്ക് അവർ കുമ്പനാട്ട് വരുമ്പോൾ വിശ്രമിക്കത്തക്ക നിലയിൽ അതിനകത്ത് ഒരു AC റൂം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് പാസ്റ്റർ KC തോമസ് ഇങ്ങനെ 10 ലക്ഷം രൂപ സംഭാവനയായി കൊടുക്കുകയും അദ്ദേഹത്തിന് അവിടെ ഒരു AC റൂം വിശ്രമത്തിനായി അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ആ മുറിക്കകത്തേക്ക് കയറുവാൻ പോലും അദ്ദേഹത്തിന് അനുമതിയില്ല, അനുവാദമില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ഇങ്ങനെ കേരള സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും പ്രവേശനമില്ലാത്ത നിലയിൽ ഗ്രില്ലിട്ട് ഇത് അടച്ച് പൂട്ടി ബന്ദോബസ്താക്കിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. മാത്രവുമല്ല, കേരള സ്റ്റേറ്റിന് അവകാശപ്പെട്ട ഫസ്റ്റ് ഫ്ലോർ, അതായത് ഏകദേശം 40 ലക്ഷം രൂപയിലധികം കൊടുത്ത്
അവർ നേരത്തെ അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ അവകാശമാക്കിയിരുന്ന ഫസ്റ്റ് ഫ്ലോർ ഇപ്പോൾ അവർക്ക് പ്രവേശനമില്ലാത്ത ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ കുമ്പനാട്ട് ജനറൽ കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് കേരള സ്റ്റേറ്റിന് ഉണ്ടാകുന്നുവെന്നും ഈ പത്രസമ്മേളനത്തിൽ ഇവർ വെളിപ്പെടുത്തുന്നു. 9ാമത്തെ കാര്യം, രസകരമായ ഒരു കാര്യം, ഈ ബിൽഡിങ്ങിന് നിയമപ്രകാരമുള്ള ലൈസൻസുകൾ ഒന്നുമില്ല എന്ന് തന്നെ കേരള സ്റ്റേറ്റിൻ്റെ വൈസ് പ്രസിഡന്റ് ഈ കൂട്ടത്തിൽ വെളിപ്പെടുത്തുന്നുമുണ്ട്. 10ാമത്തെ കാര്യം, IPCയിൽ 42 വർഷത്തോളം ശുശ്രൂഷകനായിരുന്ന ഒരു പാസ്റ്റർ താൻ IPCയിൽ വന്നത് തെറ്റായിപ്പോയെന്നും താൻ പോകുന്ന സഭയാണ് ശരിയെന്നും IPCക്കാർ വിശ്വസിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകവും അന്യഭാഷയുമൊക്കെ വ്യാജമാണെന്നും ഒരു ഓൺലൈൻ ചാനലിലൂടെ നടത്തിയ വെളിപ്പെടുത്തൽ വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയത്. ഈ പാസ്റ്ററെ ചോദ്യം ചെയ്യലൊന്നും കൂടാതെ IPCയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ IPCയുടെ എക്സിക്യൂട്ടീവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നുണ്ട്. അല്പദീർഘമായ ഈ പത്രസമ്മേളനത്തിൻ്റെ വീഡിയോ ഇതോടുകൂടെ പബ്ലിഷ് ചെയ്യുന്നു. താല്പര്യമുള്ളവർക്ക് അത് സൂക്ഷ്മമായി കാണാവുന്നതാണ്. സഭയിലോ കൂട്ടായ്മയിലോ ചെറിയൊരു പ്രസംഗമെങ്കിലും നടത്തേണ്ടുന്ന വ്യക്തിയാണോ താങ്കൾ? അതുപോലെ തന്നെ വേദപുസ്തകം കാര്യമായി പഠിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മനോഹരമായ 2 പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒന്ന്, പാസ്റ്റർ OG ശാമുവേൽ എഴുതിയിരിക്കുന്ന പ്രീച്ചേഴ്സ് ഗൈഡ് എന്ന ഗ്രന്ഥം. 1000-ലധികം പേജുകളുള്ള ഈ പുസ്തകത്തിൻ്റെ ഓരോ പേജിലും നിരവധി പ്രസംഗങ്ങളുണ്ട്. ഇതോടൊപ്പം യൂദായുടെ ലേഖനത്തെക്കുറിച്ച് സമഗ്രമായൊരു പഠനം. ഈ ഗ്രന്ഥം തയ്യാറാക്കിയിരിക്കുന്നത് സാൻഡി സാമുവേലാണ്. ഈ 2 പുസ്തകങ്ങൾക്കും കൂടെ 1250 രൂപയാണ് വില. എന്നാൽ ഇപ്പോൾ സ്ക്രീനിലുള്ള നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് രജിസ്ട്രേഡ് പോസ്റ്റിൽ ഈ പുസ്തകങ്ങൾ ലഭിക്കും. പോസ്റ്റേജ് സൗജന്യമാണ്. സോഷ്യൽ കേരള സ്റ്റേറ്റിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കൂടെ അടുത്ത കാലത്ത് അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകൾ വളരെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ വിശദീകരണം നൽകേണ്ടത് ആവശ്യമാണെന്ന് ബോധ്യമായതുകൊണ്ടാണ് ഇങ്ങനെ ക്രൈസ്തവ പത്രപ്രവർത്തകരായ നിങ്ങളെല്ലാവരെയും വിളിച്ചു കൂട്ടുവാൻ ഇടയായി തീർന്നത്. ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ വന്നു ചേർന്നതിൽ പ്രത്യേകം നന്ദിയുണ്ട്. എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സെക്രട്ടറി തുടർന്ന് പറയുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഈ നാളുകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് വാട്സപ്പിലൂടെ IPC കേരള സ്റ്റേറ്റിനെ അപകീർത്തിപ്പെടുത്തുന്ന അവാസ്തവമായ ധാരാളം വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തിപരമായി മറുപടി കൊടുക്കുന്നതിനുള്ള പരിമിതികൾ നമുക്കുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ അതിന് മറുപടി പിന്നെ കൊടുക്കണം, പിന്നെ അതിന് പുറകെ ഇരുന്ന് മറുപടി കൊടുക്കണം. നമുക്കത് ശ്രദ്ധിക്കാൻ പോലും അവസരം നമുക്കുണ്ടാകാറില്ല. അപ്പം നമുക്ക് ഏറ്റവും സാധ്യമായ രീതിയിൽ മറുപടി കൊടുക്കാൻ പറ്റുക നമ്മുടെ ഗ്ലോബൽ മീഡിയയുടെ പത്രപ്രവർത്തകരെ ഒരുമിച്ച് വിളിച്ച് നമ്മുടെ ഭാഗം വ്യക്തമാക്കുക എന്നുള്ള ഒരു കാര്യം നമുക്കുള്ളതുകൊണ്ടാണ് ഗ്ലോബൽ മീഡിയയിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാ പത്രപ്രവർത്തകരെയും ബഹുമാനപ്പെട്ടവരെല്ലാം വിളിച്ചു കൂട്ടാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുള്ളത്. ദൈവത്തിൻ്റെ കൃപയാൽ ഞങ്ങൾ എക്സിക്യൂട്ടീവ്സ് എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ടാണ് ഇന്നേ വരെ വന്നിട്ടുള്ളത്. അഭിപ്രായ ഭിന്നതകൾ എല്ലായിടത്തും ഉണ്ട്. ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും അഭിപ്രായ ഭിന്നതകളുണ്ട്. എങ്കിലും ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, ഞങ്ങൾ എക്സിക്യൂട്ടീവിൽ എടുത്തുള്ള തീരുമാനങ്ങളാണെങ്കിലും കൗൺസിലിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങളാണെങ്കിലും ഐകണ്ഠേനയുള്ള തീരുമാനങ്ങളാണ് മിക്കവാറും എല്ലാ പ്രാവശ്യവും എടുത്തിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനങ്ങൾ 100% ഐകണ്ഠേനയുള്ള തീരുമാനങ്ങളാണ്. ആ എക്സിക്യൂട്ടീവ് എടുത്ത തീരുമാനങ്ങൾ അതിവിദൂരമല്ലാത്ത വിത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൗൺസിൽ വിളിച്ചുകൂട്ടി
ഞങ്ങളത് അംഗീകരിച്ചിട്ടു, ആ കൗൺസിലിൻ്റെ അംഗീകാരം നേടിയിട്ടുമുണ്ട്. കൗൺസിൽ വിളിച്ചുകൂട്ടി കൗൺസിലിൻ്റെ അംഗീകാരം നേടിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഞങ്ങളുടെ ഈ ഒരു ടേം നടന്നുകൊണ്ടിരിക്കുകയാണ്, തീർന്നിട്ടില്ല. ഈ ടേമിൽ കഴിഞ്ഞ നാളുകളിൽ ചെയ്തിട്ടുള്ളതിനേക്കാളൊക്കെ കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. IPC കേരള സ്റ്റേറ്റിൻ്റെ ഓഫീസിൽ വന്നിട്ടുള്ള ഒരു അപേക്ഷ, ഇതിൻ്റെ സഹായത്തിന് വേണ്ടിയുള്ള അത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ അപേക്ഷകളോ അഭ്യർത്ഥനകളോ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ടിൻ്റെ ലഭ്യത അനുസരിച്ച് അവർക്ക് എല്ലാവർക്കും തന്നെ ഒരു അപേക്ഷ പോലും നമ്മൾ റിജക്റ്റ് ചെയ്തിട്ടില്ല. ഡിസേർവിംഗ് ആയിട്ടുള്ള അതിനുവേണ്ടി യോഗ്യരായിട്ടുള്ള എല്ലാ റെസിപ്പിയൻസിനും എല്ലാവർക്കും തന്നെ നമ്മൾ കൃത്യമായി തന്നെ അവരെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ₹1 ചലഞ്ച് സോഷ്യൽ വെൽഫെയർ ബോർഡിലൂടെ നല്ല വ്യക്തമായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഒത്തിരി വിദ്യാഭ്യാസ സഹായങ്ങൾ, വിധവാ സഹായം പ്രത്യേകിച്ച് ഈ പ്രാവശ്യം ചെയ്തെന്ന് പറയുന്നത് നമ്മുടെ ദേവദാസന്മാരുടെ ഭാര്യമാരും ദേവദാസന്മാർ മരിച്ചുപോയി. അവരുടെ വിധവകളായ അവർക്ക് 80-ലധികം ആൾക്കാർക്ക് നമ്മൾ മാസം തോറും അവർക്ക് അവരുടെ അക്കൗണ്ടിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണ്. കാരണം ഇന്ന് വരെ അതിനൊന്നും നടന്നിട്ടില്ല. അപ്പോൾ വിധവകളെ സഹായിക്കുന്നു, എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നു, മെഡിക്കൽ സപ്പോർട്ട് നമ്മൾ ചെയ്യുന്നു. ചെയ്യാൻ പറ്റുന്ന പരമാവധി സഹായങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് പത്തനാപുരത്തെ നമ്മുടെ ഹൗസിംഗ് പ്രോജക്റ്റ്. ആ ഹൗസിംഗ് പ്രോജക്റ്റിൻ്റെ സ്ഥലം 20 സെൻറ്റ് സ്ഥലം നമ്മുടെ ബഹുമാനപ്പെട്ട ട്രഷറർ ബ്രദർ PM ഫിലിപ്പിൻ്റെ സ്വത്തിൽ നിന്ന് തൻ്റെ സ്വത്ത് നമുക്ക് സൗജന്യമായി ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ പേരിലേക്ക് ഭരണഘടന പ്രകാരം അദ്ദേഹം എഴുതി തന്നിരിക്കുകയാണ്. ക്രയവിക്രയ അധികാരത്തോടുകൂടി കേരള സ്റ്റേറ്റ് എഴുതി തന്നിരിക്കുന്ന വസ്തുവാണെന്ന്. അപ്പം അത് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് PM ഫിലിപ്പിൻ്റെ സ്വന്തം വസ്തുവാണെന്നും PM ഫിലിപ്പിൻ്റെ സ്വന്തം വസ്തുവിനകത്തോട്ട് നമ്മൾ കൊണ്ടുവന്ന് IPCയിലെ പൈസ ഡംപ് ചെയ്യുകയാണെന്നും നമ്മൾ അങ്ങനെ പൈസ അപഹരിച്ചുകൊണ്ട് പോവുകയാണെന്നും ഒക്കെയുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന്റെ പേരിലാണ്. അതിൻ്റെ പ്രമാണത്തിൻ്റെ ഡോക്യുമെന്റ്സ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കോപ്പി ഇത് വേണമെങ്കിൽ കാണിക്കുന്നതിൽ തടസ്സമില്ല. IPC കേരള സ്റ്റേറ്റിൻ്റെ പേര് ഇത് ബ്രദർ PM ഫിലിപ്പിൻ്റെ സഹധർമ്മിണിയുടെ ഫോട്ടോയാണ്. ആ സഹോദരിയുടെ പേരിലാണ് ഈ ആധാരം ഉണ്ടായിരുന്നത്, വസ്തു ഉണ്ടായിരുന്നത്. ഇത് ദ ഡീഡ് ഓഫ് സെറ്റിൽമെന്റ് എക്സിക്യൂട്ടഡ് തിരുവനന്തപുരം 2 ഓഗസ്റ്റ് 2024. റേച്ചൽ ഫിലിപ്പ്. എല്ലാവർക്കും കോപ്പിയുണ്ട്. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് ആണ് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ്, എ ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ നേച്ചർ രജിസ്റ്റേർഡ് ഇൻ 1935 at Eluru, Andhra Pradesh under Society Act 21 of 1860 with registration എന്ന് പറഞ്ഞാൽ കറക്റ്റ് അത് കൊടുത്തിട്ട് IPC കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് KC തോമസ്, അത് കഴിഞ്ഞിട്ട് കേരള സ്റ്റേറ്റ് സെക്രട്ടറി വാസുധാനിയൊക്കെ ട്രഷറർ PM ഫിലിപ്പ്. അപ്പം കർണാടകത്തിൽ നമ്മൾ ഈ 3 പേര് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ കേരള സ്റ്റേറ്റിന്റെ പേരിൽ വ്യക്തമായി എഴുതി തന്ന ഇതിനകത്താണ് നമ്മുടെ ഹൗസിംഗ് അത് IPC കേരള സ്റ്റേറ്റിന്റെ പേരിൽ കൂട്ടി കരമടച്ച ടാക്സ് റെസിപ്റ്റ് ആണ് ഇത്. ഇതിനകത്ത് നമ്മളൊരു ഫ്ലാറ്റ് പണിയാനായിട്ട് ഫ്ലാറ്റ് 12 അപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു ഫ്ലാറ്റ് പണിയാനായിട്ട് കേരള സ്റ്റേറ്റ് കൗൺസിൽ തീരുമാനിച്ചു. നമ്മുടെ തീരുമാനമല്ല, കൗൺസിൽ തീരുമാനിക്കും. ഇത് കേരള സ്റ്റേറ്റിന്റെ ഒരു പ്രോജക്റ്റാണ്, എക്സിക്യൂട്ടീവിന്റെ പ്രോജക്റ്റ് മാത്രമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോർഡിന്റെ പ്രോജക്റ്റ് അല്ല. എക്സ്ട്രീംലി ഇറ്റ് ഈസ് ദ പ്രോജക്റ്റ് ഓഫ് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് കൗൺസിൽ. അപ്പോൾ കേരള സ്റ്റേറ്റ് കൗൺസിലിന്റെ ആ പ്രോജക്റ്റിനകത്ത് നമ്മൾ ഒരു ഫ്ലാറ്റ് പണിയാൻ, അപ്പാർട്ട്മെന്റ് പണിയാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി നമ്മൾ ഒരാളെ കൊണ്ട് ഈ പണക്കാരെയുള്ള ജിജോയെ കൊണ്ട് നമ്മൾ അതിനു വേണ്ടുന്ന ആ പ്രോപ്പർട്ടിക്കകത്ത് പണിയാൻ പറ്റുന്നതിൻ്റെ പരമാവധി വലിപ്പത്തിലുള്ള മനോഹരമായൊരു ഫ്ലാറ്റിൻ്റെ മുഴുവൻ അതിൻ്റെ പ്ലാൻ വരയ്ക്കുകയും ആ പ്ലാൻ വരച്ച് അതിൻ്റെ സ്ട്രക്ചർ ഡിസൈനിങ് ചെയ്ത് അതിൻ്റെ ക്രമീകരണം എല്ലാം ചെയ്തതിന് ശേഷം കൗൺസിലിൽ വീണ്ടും അത് കൊണ്ടുവച്ച് കൗൺസിൽ അപ്രൂവ് ചെയ്തിട്ട് അതിൻ്റെ കോൺട്രാക്റ്റ് കൊടുക്കേണ്ടതിന് വേണ്ടി
ഒരു പ്രചാരമുള്ള ഒരു ദിനപത്രത്തിൽ പരസ്യം കൊടുത്ത് ആ പരസ്യത്തിൽ നിന്ന് വരുന്ന കോൺട്രാക്ട് കൊട്ടേഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിൽ ഏറ്റവും ന്യായമായ രീതിയിൽ നന്നായി പണിയപ്പെടുന്ന ഏതെങ്കിലും ഒരു ലീസ്റ്റ് കോസ്റ്റിൽ ആരോ ഒരു കൊട്ടേഷൻ തന്നെന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അവൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നോക്കണം, അവൻ്റെ കേപ്പബിലിറ്റി നോക്കണം, അവൻ്റെ സ്റ്റെബിലിറ്റി നോക്കണം, അവൻ്റെ ആ ഇൻറ്റഗ്രിറ്റി നോക്കണം. ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് IPCയുടെ ഈ പത്രത്തിൽ വന്ന പരസ്യം കണ്ടുവന്ന കൊട്ടേഷനിൽ ഏറ്റവും ന്യായമായ രീതിയിൽ ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ വന്ന എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി കുറഞ്ഞ ഒരു കൊട്ടേഷനും ഉണ്ടായിരുന്നു, ഓപ്പണായിട്ട് പറയുകയാണ്. പക്ഷെ അദ്ദേഹം ഈവൻ നമ്മുടെ പശ്ചാത്തലമുള്ള ആൾ തന്നെയാണെന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് എന്ത് കുറവുണ്ടായിരുന്നല്ലോ ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കും. എന്തൊക്കെയോ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് ആ ഒരു അദ്ദേഹത്തിൻ്റെ കൊട്ടേഷൻ വന്നില്ല. അന്നേരം നമ്മൾ കൊടുത്ത് നമ്മൾ ഒരാളെ കൗൺസിൽ ചൂസ് ചെയ്യുകയും സെലക്ട് ചെയ്യുകയും ആ സെലക്ട് ചെയ്തത് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിലെ ഒരു അംഗവും പത്തനാപുരത്ത് നടക്കുന്ന പ്രോജക്റ്റാണ്. പത്തനാപുരത്ത് സ്ഥിരതാമസമായിട്ടുള്ള അനേക പ്രോജക്റ്റുകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള അനേക പ്രോജക്റ്റുകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പരിചയമുള്ള ഒരാളാണ് അവിടെയുള്ള ജോജി കൃപ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ആ ജോജി കൃപയുടെ ആ കൊട്ടേഷൻ നമ്മൾ കൗൺസിലിൽ വെച്ച് അപ്രൂവ് ചെയ്യുകയും അദ്ദേഹത്തിന് ഇത് കൊടുക്കുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കൊട്ടേഷൻ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളതും. ആ കൊട്ടേഷനിൽ പറഞ്ഞ തുകയും നമുക്ക് ആദ്യം കൊടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് 30 ലക്ഷം രൂപ ഏതാണ്ട് 33 ലക്ഷം രൂപ അഡ്വാൻസ് ഇത്ര പെർസെൻറ്റേജ് ടോട്ടൽ കോസ്റ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് നമ്മൾ കൊടുക്കണമെന്ന് അതിനകത്ത് കൊട്ടേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൊട്ടേഷനിൽ മെൻഷൻ ചെയ്ത പ്രകാരം അന്ന് കൊടുക്കാൻ നമ്മുടെ ഫണ്ടില്ല. നമ്മൾ വിദേശ യാത്രകൾ ചെയ്തപ്പോഴും നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് നോക്കി. ഇപ്പം UAE റീജിയൻകാർ ഇവിടെ വന്നു, ഞങ്ങൾ ഈ കൊട്ടേഷൻ കാണിച്ചു. ഒരു ഫ്ലാറ്റ് അവർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കുവൈറ്റ് റീജിയൻകാർ ഓൾറെഡി 2 ലക്ഷം രൂപ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഷാർജ IPC ചർച്ചുകാർ ഒരു ഫ്ലാറ്റ് ഞാൻ അവിടെ കൺവെൻഷന് പോയ സമയത്ത് സംസാരിക്കും. അത് ഉത്തരവാദിത്തപ്പെട്ടിട്ടുണ്ട്. UK റീജിയൻകാർ അവർ പരസ്യമായിട്ട് UK റീജിയൻ ഞാൻ പ്രസംഗിക്കാൻ പോയ കൺവെൻഷനിൽ പരസ്യമായിട്ട് അവർ സംസാരിക്കുകയും അതിനുശേഷം അവർ കമ്മിറ്റി കൂടി ഒരു അപ്പാർട്ട്മെൻറ്റ് അവർ സ്പോൺസർ ചെയ്യുന്നതായിട്ട് വിളിച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ അത് മാത്രമല്ല, വ്യക്തിപരമായി ഓരോ ലക്ഷം രൂപ 2 ലക്ഷം രൂപ. അപ്പം നമ്മൾ ഒരു ഘട്ടം പണിത് കഴിഞ്ഞെങ്കിൽ മാത്രം നിങ്ങൾ എക്സിക്യൂട്ടീവ്സ് കൂട്ടായിട്ട് ഈ കൊട്ടേഷൻ കോൺട്രാക്ട് കൊടുത്ത ആളോട് പറഞ്ഞു, ഞങ്ങൾ ആദ്യം 3 ലക്ഷം രൂപ തരാം, അത് കഴിഞ്ഞ് ബാക്കി നിങ്ങൾ പണി തുടങ്ങി കഴിയുമ്പോൾ ഓരോരുത്തർ കളക്ട് ചെയ്ത് ഇപ്പോൾ ഫോട്ടോസൊക്കെ കാണിച്ചും ഒക്കെ ആയിട്ട് കാര്യങ്ങൾ ക്രമീകരിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ട് നമ്മൾ അദ്ദേഹം പണി തുടങ്ങിയതിന് ശേഷം വിശ്വസ്തമായി അദ്ദേഹം പറഞ്ഞു. നമ്മൾ പൈസ കൊടുക്കാത്ത സമയത്തും അദ്ദേഹം പലപ്പോഴും ഇപ്പൊ കരഞ്ഞ് ദുഃഖത്തിലാണ്. ഈ പണിയുടെ സ്റ്റേജൊക്കെ 1ാം നില കോൺക്രീറ്റ് ചെയ്യത്തക്ക രീതിയിൽ അതിൻ്റെ ലെവലിൽ എല്ലാ ഫോട്ടോയും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾക്കത് കാണിക്കത്തക്ക രീതിയിൽ ഞങ്ങളുടെ എല്ലാ നിലവിലുള്ള ഫോട്ടോസ് എല്ലാം ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആണ് നമ്മൾ അപ്പം ആ സമയത്ത് സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ IPC കേരള സ്റ്റേറ്റിൻ്റെ ഫണ്ടിനകത്ത് നാളുകളായി ഉപയോഗിക്കാതെ കിടക്കുന്ന കുറേ ഫണ്ടുകളുണ്ട്. നമ്മുടെ പൈസ കൃത്യമായിട്ട് വരാത്തത് കൊണ്ട് എങ്ങനെ രീതി ചിലവിട്ട് ഒരു നിലയെങ്കിലും പണിതല്ല മറ്റുള്ളവരെ കാണിച്ച് നമുക്ക് ബാക്കിയുള്ള പൈസ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പം നാളുകളായിട്ട് ഉപയോഗിക്കും. ഉദാഹരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ട്രഷറർ വിശദീകരിക്കും. ഉദാഹരണം പറയുകയാണ്, ഇപ്പം നമ്മൾ പുല്ലാട് ചരൽക്കുന്നിൽ ഒരു വസ്തു വാങ്ങിക്കാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തു. 15 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത ഒരു എമൗണ്ട് ഉണ്ട്, ഒരു പ്രോജക്റ്റ് ഉണ്ട്. പക്ഷെ അന്ന് അതിന് പലരും തടയിടുകയും പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്ത് ആ പ്രോജക്റ്റ് ക്യാൻസലായി പോയി. കൊടുത്ത അഡ്വാൻസ് പോലും നമുക്ക് തിരികെ കിട്ടിയിട്ടില്ല. എന്നാൽ ആ അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടായിരുന്നു? 2,81,350. ആ 2 ലക്ഷം രൂപ വർഷങ്ങളായിട്ട് ചുമ്മാ കിടക്കുകയാണ്. അപ്പം എക്സിക്യൂട്ടീവ്സിന് ഒന്നിനും ഉപയോഗിക്കുന്നില്ല. കാരണം അത് വെറുതെ കിടക്കുകയല്ലേ, ഫ്രീസായി കിടക്കും. അപ്പം നമുക്ക് ഒരു പാവപ്പെട്ട ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത ഈ പ്രോജക്റ്റിന്റെ ലക്ഷ്യം അതാണ്. ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്ത വാഴ്സ്നേജി ജീവിതം മുഴുവൻ കഴിച്ച
കയറിക്കിടക്കാൻ ഇടമില്ലാത്ത പാവപ്പെട്ട ദേവദാസന്മാർക്ക് ഏറ്റവും മോസ്റ്റ് ഡിസേർവിങ് പാസ്റ്റേഴ്സ് IPC കേരള സ്റ്റേറ്റ് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു പ്രോജക്റ്റാണ്. അപ്പം ആ പ്രോജക്റ്റ് എങ്ങനെയും ഫിനിഷ് ചെയ്ത് 12 ദൈവദാസന്മാർക്ക് ഇത് കൊടുക്കാനുള്ള നമ്മുടെ ആഴമായ ആഗ്രഹത്തിൽ കൗൺസിലും കൗൺസിലും എക്സിക്യൂട്ടീവ്സും തീരുമാനിച്ചു. ഇങ്ങനെ കിടക്കുന്ന വെറുതെ ഉപയോഗശൂന്യമായി കിടക്കുന്ന ഫണ്ട് അതിനുവേണ്ടി ഉപയോഗിക്കാം. ഇങ്ങനെ വെറുതെ കിടക്കുന്ന കൗൺസിൽ തീരുമാനിക്കാൻ അധികാരമുണ്ട്. ആ ഒരു ഫണ്ട് അതിനുവേണ്ടി യൂസ് ചെയ്യാം. അങ്ങനെ 1-2 ഫണ്ടുകളിൽ കിടന്ന പണം അങ്ങോട്ട് മാറ്റിക്കും. കൗൺസിൽ വേണം. ഇപ്പം IPC ഞങ്ങൾ ഈ ഭരണസമിതി കയറിയപ്പോൾ ആദ്യം ഒരു ചിന്ത വന്ന് നമുക്ക് ചിന്തയുണ്ടായി. അത് നമ്മൾ അവിടെ മേളിലത്തെ കൗൺസിലിന് വാടക കൊടുത്താണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഉപയോഗിച്ച കാലം മുഴുവനും റെന്റ് കൊടുത്താണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തിനാണ് റെന്റ് കൊടുക്കുന്നത്? ഫസ്റ്റ് ഫ്ലോറിൽ 1ാമത്തെ നിലയിൽ കേരള സ്റ്റേറ്റിന് വേണ്ടിയുള്ളതായിട്ട് ഫണ്ട് വാങ്ങിക്കുകയും അതിൻ്റെ നിർമ്മാണങ്ങൾ ചെയ്തിരിക്കുന്നത് മുഴുവൻ കേരള സ്റ്റേറ്റുമാണ്. അത് അന്ന് പണം സ്പോൺസർ ചെയ്തത് കാറ്റാണത് വർക്കിച്ചാനാണ്. അതിൻ്റെ ഫലകവും വരെ വെച്ചിട്ടുണ്ട്. അതിന്റെ ഫലകം വരച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കണക്ക് വരുന്നുണ്ട്, അതിന്റെ ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്. കഴിഞ്ഞ ഈ വർഷം ഓരോ വർഷം അങ്ങനെ ചെയ്യുന്നു. അപ്പൊ അത് അപ്പം എന്ത് ചെയ്തു? ഞങ്ങളൊരു കാര്യം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കൗൺസിൽ അംഗങ്ങളുടെ ഷെയറും ആരും താല്പര്യപ്പെടുന്ന ഷെയറും നമുക്കൊരു കൗൺസിൽ ഹോള് ഫസ്റ്റ് ഫ്ലോറിൽ പണിയാം. ഇപ്പോൾ റെന്റ് കൊടുക്കാതെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇഷ്ടംപോലെ സ്പേസ് വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ട്. ആ വേക്കൻറ്റ് സ്പേസിൽ നമുക്ക് ഒരു കൗൺസിൽ ഹോള് പണിത് അധികം എക്സ്പെൻസീവ് ഒന്നും അല്ലാതെ നമുക്ക് അവിടെ കൗൺസിൽ നടത്താം. അപ്പോൾ വാടക കൊടുക്കേണ്ട, നമ്മുടേതായ ഒരു ഹോളായി നമുക്ക്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പൈസ, ഞാനുൾപ്പെടെ ഇവിടെ എക്സിക്യൂട്ടീവ്സ് എല്ലാവരും പൈസ ഇട്ട് ഒരു എമൗണ്ട് അവിടെ നമുക്ക് അത് പണിയാൻ വേണ്ടി വന്നിരുന്നു. അത് വന്ന് അതിൻ്റെ തുകയൊക്കെ വേണമെങ്കിൽ ട്രഷറർ പറയും. അതിങ്ങനെ തിരിച്ച് വാങ്ങിക്കൊണ്ട് പോയി പണിയാഞ്ഞിട്ട് തന്നവര് നിങ്ങൾ പണിയുന്നുണ്ടല്ലോ തിരിച്ചു പണിയുന്നില്ലാത്ത എന്തുകൊണ്ടാ? ഫസ്റ്റ് ഫ്ലോറിലിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറല്ല ബിൽഡിങ്ങിലെ ഞങ്ങളെ കയറാൻ താഴെ പൂട്ടി. കൗൺസിൽ ഹോൾ ഞങ്ങൾക്ക് തരാനായി, കൗൺസിൽ അടുത്ത ഹോൾ തരാനായി. ഫസ്റ്റ് ഫ്ലോറിൽ ഞങ്ങൾ ഉണ്ടായിരുന്ന സാധനങ്ങൾ അങ്ങോട്ട് താഴെ നിന്നുള്ള ഗ്രില്ല് വരെ പൂട്ടി മേളിലോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥയിലായി. അപ്പം പിന്നെ ഞങ്ങൾക്ക് മേളത്തെ നിലയിൽ കയറാനോ മേളത്തെ നില പണിയാനോ പണിതുകൊണ്ട് ആരും പണിതാൽ തന്നെ നമുക്ക് നാളെ ഉപയോഗിക്കാനോ പറ്റാത്ത രീതിയിലായപ്പോൾ ഞങ്ങൾ കൗൺസിൽ തീരുമാനം തൽക്കാലം ഇപ്പോൾ പണിയണ്ട, നമുക്ക് സ്റ്റോപ്പ് ചെയ്തിടാം എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തിടുകയായിരുന്നു. ആ സ്റ്റോപ്പ് അങ്ങനെ ഒരു 2,35,000 അവിടെ ഫ്രീസ് ആക്കാൻ അവിടെയൊക്കെ പൈസയില്ലേ. അപ്പം നമ്മൾ പറഞ്ഞു അത് അങ്ങനെ പറഞ്ഞു ഇനി നമ്മൾ അവിടെ എന്തായാലും ഫസ്റ്റ് ഫ്ലോറിൽ ഇപ്പോൾ ഉടനെ പണിയാൻ ഇവർ സമ്മതിക്കത്തുമില്ല, പണിയാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം, ഞാൻ പൈസ ഇവിടെ നമുക്ക് ഇതിനു വേണ്ടി തൽക്കാലം പണിയാൻ വേണ്ടി നമ്മുടെ കേരള സ്റ്റേറ്റ് പ്രോജക്റ്റ് അല്ലേ അത് ഉപയോഗിക്കുക. എന്നിട്ട് നാളെ വേണമെങ്കിൽ നമുക്ക് വേറെ പൈസ വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വേണം കടമായിട്ട് എടുത്തിട്ട് തിരിച്ചിടാം, അത് റീഇൻസ്റ്റേറ്റ് ചെയ്യാം. നമുക്ക് നമുക്ക് ലോണായിട്ട് എടുക്കാം, ലോണായിട്ട് എടുത്ത് ചെയ്തിട്ട് നമുക്കിപ്പോൾ പണി തീർത്ത് നമ്മുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് പണി തീർത്ത് 12 പേർ കൊടുത്തില്ലെങ്കിൽ വീണ്ടും ഡെഡ് പ്രോജക്റ്റായിട്ട് അവിടെ കിടക്കും. അത് ഈ ഭരണസമിതി കഴിഞ്ഞു, നമുക്ക് അടുത്ത പ്രാവശ്യം ആരെങ്കിലും കൊണ്ടോ ഇല്ലയോ അറിയില്ല. പിന്നെ ഇത് ആർക്കും വേണ്ടാത്തൊരു പ്രോജക്റ്റായി അത് കഷ്ടപ്പെട്ട് തന്ന സ്ഥലം ഇല്ലായ്മയിൽ തന്ന പണം സ്ഥലമെല്ലാം നശ്വരമായിട്ട് അവിടെ ആർക്കും വേണ്ടാതെ കിടക്കും. അപ്പോൾ നമ്മുടെ കാലയളവിൽ തന്നെ ഉള്ള പൈസയൊക്കെ എടുത്ത് നമുക്ക് പറ്റുന്നിടത്ത് തീർത്തു കൊടുക്കാം എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള. പിന്നെ PG ബോർഡിൽ നിന്ന് കുറച്ച് പൈസ, PG ബോർഡിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. അത് PG ബോർഡിൻ്റെ അനുവാദത്തോടെ കൗൺസിലിൻ്റെ അനുവാദത്തോടെ ലോണായിട്ട് ആ പൈസ എടുക്കും. അപ്പം നമ്മുടെ ഈ കിടക്കുന്ന പൈസയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബോർഡുകൾ ഇങ്ങനെ ഡെഡായിട്ട് കിടക്കുന്ന മണി ഇതൊക്കെ എടുത്ത് നമ്മൾ പണിയാൻ വേണ്ടി എടുത്തു കൊടുത്തു. ഈ പണിയാൻ വേണ്ടി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ കയ്യിൽ വീണ്ടും നമ്മൾ കുറച്ച് പൈസ 2 അക്കൗണ്ടുകളിലായിട്ടുണ്ടായിരുന്നു. 2 അക്കൗണ്ടിലായിട്ട് നമ്മൾ ഇതുപോലെ വന്ന കോമൺ ആയിട്ടുള്ള പണം ഇപ്പം നമ്മൾ ഒരു കൗൺസിൽ തീരുമാനിച്ചു. എനിവേ നമുക്ക് പലയിടത്തുനിന്ന് പണം വരാനുണ്ട്. ഇപ്പോൾ ഈ പ്രോജക്റ്റ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യണം. ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നമ്മുടെ കോൺട്രാക്ടർ അദ്ദേഹത്തിൻ്റെ മകനെ കണ്ട് വിദേശത്ത് പഠിക്കുന്നിടത്ത് ഫീസ് കൊടുക്കാൻ വെച്ചിരുന്ന പണം എടുത്ത് ഇദ്ദേഹം ചെയ്തു കമ്പി ഇറക്കുകയും മുഴുവൻ പ്രോജക്റ്റ് ഏകദേശം ഒരു നില മുഴുവൻ കംപ്ലീറ്റ് കമ്പി കിടപ്പുണ്ടാവും, തുരുമ്പിക്കുക കിടന്നു. കമ്പി അവിടെ കിടന്ന് തുരുമ്പിച്ചു പോവുക. കമ്പി ആ മഴ ചെളിക്കകത്ത് കിടക്കുക നമ്മൾ വാങ്ങിച്ച്. അപ്പോൾ ഈ പൈസയൊക്കെ ഇപ്പം തന്നെ നമ്മൾ കടത്തിൽ കോൺട്രാക്ടർ അങ്ങോട്ട് പൈസ കൊടുക്കാൻ കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഒരു 10-18 ലക്ഷം രൂപ നമ്മുടെ ഏകദേശം ഒരു എത്ര ഉണ്ട് 35 ലക്ഷം രൂപ നമ്മുടെ വീണ്ടും ഫണ്ട് കിടപ്പുണ്ട്. നമ്മുടെ കയ്യിൽ 2 അക്കൗണ്ടിലായിട്ട് കിടപ്പുണ്ട്. അതിൽ നിന്നൊരു 18 ലക്ഷം രൂപ നമുക്കിപ്പോൾ എടുത്ത് കൊടുത്ത് 1-ാം നില ഒന്ന് കോൺക്രീറ്റ് ചെയ്താൽ
പിന്നെ നമുക്ക് കിട്ടുന്ന പണം നമുക്ക് എവിടെയെങ്കിലും പോയി പൈസ പിരിച്ചുകൊണ്ട് വന്ന് ബാക്കി നമ്മൾ ചെയ്ത് ക്രമീകരിക്കാമെന്ന് പറഞ്ഞ് ചെയ്തപ്പോഴാണ് നമ്മുടെ ഓഫീസ് മാനേജറായിരുന്ന ആൾ അദ്ദേഹം അതിനെ തടയുകയും വേറൊരു ഇൻഫർമേഷൻ അല്ലാതെ വേറെ വഴിയില്ല കിട്ടാനായിട്ട്. നമ്മുടെ അക്കൗണ്ടിൽ എത്ര രൂപ നമുക്ക് ഏകദേശം ഒരു നിലയിൽ 4 അപ്പാർട്ട്മെന്റ് 4. അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ ഇത് കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഫണ്ട് കിടക്കുന്ന അക്കൗണ്ട് 2 ജനറലിൽ നിന്ന് കത്ത് കൊടുത്ത് ഇത് ഫ്രീസായി. ഇപ്പൊ നമ്മുടെ കംപ്ലീറ്റ് പദ്ധതികൾ നമുക്ക് മൊത്തം 9 അക്കൗണ്ട് ഉണ്ട് പല ബാങ്കുകളിലായിട്ട് കേരള സ്റ്റേറ്റ്. അതിനകത്ത് 2 അക്കൗണ്ടിന് ബാങ്ക് ഓഫ് ഇന്ത്യയിലും SBIയിലും ഉള്ള അക്കൗണ്ടുകളാണ് ഈ 35 ലക്ഷം രൂപയോളം. അതാണ് ഫ്രീസാക്കി. മറ്റു അക്കൗണ്ടുകളൊന്നും ഫ്രീസാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ ഫ്രീസാക്കിയ എമൗണ്ട് 2 അക്കൗണ്ടിലൂടെ ഒരു അക്കൗണ്ടിൽ 18,78,000 രൂപ, വേറൊരു അക്കൗണ്ടിൽ 15,86,000 രൂപ. ഇതോടെ പറഞ്ഞേ ഒരു അക്കൗണ്ടിൽ 18,86,000 രൂപയും വേറെ ഒന്നതിനകത്ത് 15,80,000 രൂപ. ഇവരെടുത്തോ ഓരോ അക്കൗണ്ടിൽ കിടക്കുന്ന അക്കൗണ്ടിന് ഇതിനാണ്. അല്ലാതെ ഇതിൽ നിന്ന് ഞങ്ങൾ എന്തൊക്കെ ഈ എമൗണ്ട് ഞങ്ങൾ ഈ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും പ്രസിഡന്റ് മുതൽ ട്രഷറർ വരെയുള്ള മുഴുവൻ എക്സിക്യൂട്ടീവ്സും അറിഞ്ഞ് മുഴുവൻ കൗൺസിലിൽ കൊണ്ടുവന്ന് ഇത് ഞങ്ങൾ പ്രസന്റ് ചെയ്ത് കൗൺസിലിന്റെ അംഗീകാരത്തോടുകൂടി ഇതിലെല്ലാം മിനിറ്റ്സ് ഉണ്ട്. എക്സിക്യൂട്ടീവ് മിനിറ്റ്സ് തൊട്ട് കൗൺസിൽ മിനിറ്റ്സ് വരെ വ്യക്തമായി എഴുതി ഒന്നും തന്നെ ആരും അറിയാതെ ആരെങ്കിലും ഞങ്ങളെല്ലാവരും ഇവിടെ പ്രസന്റാണ്. ആരെങ്കിലും പറയട്ടെ ആരെങ്കിലും അറിഞ്ഞിട്ടില്ല എന്ന് എല്ലാവരും അറിഞ്ഞാണ് ഇത് മുഴുവൻ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അക്കൗണ്ട് ഫ്രീസ് ആയപ്പോൾ ഞങ്ങൾക്ക് വലിയ ഭാരമായി. കാരണം ഞങ്ങൾക്ക് മുന്നോട്ട് ഈ പ്രോജക്റ്റ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതിനേക്കാൾ വേദനയാണ് ഇതിനകത്ത് ഞങ്ങൾ പൈസ അടിച്ചു മാറ്റി, പൈസ മോഷ്ടിച്ചു, പൈസ ചെലവാക്കി എന്നുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ വന്നേ. ഈ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന ആരോപണം സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ പറഞ്ഞു, PM ഗ്രൂപ്പിന്റെ വസ്തുവിൽ IPCക്കാർ കൊണ്ടുവന്ന് കെട്ടിടം പണിയുന്നു എന്നുള്ളതാ, അത് സഭയ്ക്ക് എഴുതിയില്ല എന്നുള്ളതാ, വ്യക്തമായ രേഖകൾ അതിന് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ ടെൻഡറും കോൺട്രാക്ട് കൊടുത്തതും സംബന്ധിച്ചാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എക്സിക്യൂട്ടീവിന് എല്ലാവർക്കും, പ്രത്യേകിച്ച് എല്ലാവരും ഇല്ല, പ്രസിഡന്റ് സെക്രട്ടറി ആയിരിക്കും, പ്രത്യേകിച്ച് എനിക്കും PM ഗ്രൂപ്പ് സാറിനും പ്രത്യേക താല്പര്യം ഉണ്ടാവുകയും ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപ അതിൽ നിന്ന് കമ്മീഷൻ അടിക്കാൻ വേണ്ടിയാണ് ജോജി കൃപ എന്ന് പറയുന്ന ആളിന് കൊടുത്തത് എന്നാണ് ഒരാരോപണം. ഞങ്ങൾക്ക് തട്ടിപ്പ് നടത്താനാണെന്നാണ്. നിങ്ങൾക്ക് അറിയാം, എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് ഇവിടെ ഉള്ള ആളെല്ലാം. PM ഗ്രൂപ്പിച്ചാനെ അതുപോലെ തന്നെ ഒരു IPCയിലെ സഹോദരന് എന്താണ് വരുമാനം, വ്യക്തിപരമായ വരുമാനം അല്ലാതെ മറ്റെന്താണ്? ഒരു മാസം ഒരു 15,000 രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് പോകും പെട്രോൾ ചാർജ് ആയിട്ട്. അതായത് ഞങ്ങൾക്ക് മറ്റ് വരുമാനമില്ല. തുച്ഛമായ പെൻഷനിൽ നിന്നോ, അന്ന് ഞങ്ങൾ 2 പെൻഷൻകാരാണ്, 30,000 രൂപ ജീവിക്കാൻ കിട്ടുന്ന പെൻഷനിൽ നിന്നാണ് സഭയെ സ്നേഹിച്ച് പോകുന്നത് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇങ്ങനെ കമ്മീഷൻ അടിക്കുക വേണ്ടിയാണ് കൊടുത്തതെന്നുള്ളതാണ് ഒരു പ്രധാന ആരോപണം. ലക്ഷക്കണക്കിന് രൂപ ഇതിൽ തിരിമറി ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് താല്പര്യമുണ്ട്. വളരെ വ്യക്തമായ തീരുമാനങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചാണ് ഇത് ചെയ്തത്. ഇത് ഓഗസ്റ്റ് മാസത്തിൽ രജിസ്ട്രേഷൻ നടന്നു, ആദ്യം നടന്നതാണ്. അതിനുശേഷം കൗൺസിൽ ഒരു സമിതിയെ നിശ്ചയിച്ചു. ബഹുമാനപ്പെട്ട സജീവത്തായി സാറാണ് അതിന്റെ ചെയർമാൻ. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതിന്റെ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കൗൺസിലിൽ നിന്ന് 8-10 പേരടങ്ങുന്ന ഒരു സമിതിയെ വെച്ചു. ആ സമിതിയുടെ നേതൃത്വത്തിലാണ് ടെൻഡർ ക്ഷണിക്കുന്നത്. അപ്പൊ ടെൻഡർ ക്ഷണിക്കുമ്പോൾ ഒരു പത്രത്തിൽ കൊടുക്കാനേ നമുക്ക് പൈസ ഉള്ളായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഒരു പത്രത്തിൽ കൊടുത്തു. ബാക്കി നമ്മൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആകെ മനോരമയിൽ വന്ന പത്രക്കട്ടിങ് എൻ്റെ കയ്യിലുണ്ട്. അതിന്റെ ഫോട്ടോ കോപ്പിയാണിത് കാണിച്ച്. അല്ലാതെ ഒറിജിനൽ പത്രക്കട്ടിങ് സാറിൻ്റെ ഉണ്ടാവും. അത് വേണമെങ്കിൽ നമുക്ക് കാണാം. IPC കേരള
സ്റ്റേറ്റ് ഹൗസിംഗ് പ്രോജക്ട് ടെൻഡർ ക്ഷണിക്കുന്നു. IPC കേരള സ്റ്റേറ്റ് നേതൃത്വത്തിൽ പത്തനാപുരത്ത് ആരംഭിക്കുന്ന ഹൗസിംഗ് പ്രോജക്ടിന്റെ ഭാഗമായി 12 അപ്പാർട്ട്മെന്റുകൾ അടങ്ങിയ 3 നില ഫ്ലാറ്റ്, ചുറ്റുമതിൽ, ടൈൽസ് പാകിയ മുറ്റം, കിണറ് തുടങ്ങിയവ അടക്കം പണിത് പൂർത്തിയാക്കി തരുന്നതിനായി ടെൻഡർ ക്ഷണിക്കുന്നു. ടെൻഡർ സമർപ്പിക്കുന്നതിനായി അവസാന തീയതി 30/10/2024 6 PM എന്നതാണ്. ബിൽഡ് ഏരിയ 10,607.35 സ്ക്വയർ ഫീറ്റ് ആണ് എന്ന് IPC കേരള സ്റ്റേറ്റ് സെക്രട്ടറി. അങ്ങനെ നമ്മൾ ടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ ഇതിനകത്ത് നമുക്ക് ഒന്നാമത്തെ നിലയിൽ വരുന്നത് 3,461 സ്ക്വയർ ഫീറ്റ്, അങ്ങനെ 3 നില. പിന്നീട് സ്റ്റെയർ ഡെക്ക്, ടോട്ടൽ ഏരിയ ഇതെല്ലാം കൂടെ 10,065 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന് വരുന്നത്. അങ്ങനെ 10,065 സ്ക്വയർ ഫീറ്റ് ഫ്ലാറ്റിന്റെ സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ തന്നെയും നമ്മുടെ ഇതിനെ കൊണ്ട് നമ്മൾ നല്ല ഓരോ ഐറ്റവും എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ ജിജോ PFPയുടെ കെട്ടിടങ്ങളൊക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു വിശ്വാസിയാണ്. അദ്ദേഹമാണ് ഇതിന്റെ പ്ലാനും ബാക്കി കാര്യങ്ങളും അതിന്റെ സ്ട്രക്ചറും എല്ലാം വരച്ചത്. മാത്രമല്ല നമ്മൾ ആര് കോൺട്രാക്ട് കൊടുത്താലും ഈ എഞ്ചിനീയറെ കൊണ്ട് വേണം മേൽനോട്ടം ചെയ്യുവാനെന്നും, പ്രത്യേകിച്ച് ഈ കോൺട്രാക്ടറിൽ മറ്റൊരു കോൺട്രാക്ടർ ഇല്ലാതെ എഞ്ചിനീയറുടെ ഫീസ് മുഴുവൻ കോൺട്രാക്ട് തന്നെ നൽകണമെന്നാണ് നമ്മുടെ കണ്ടീഷൻ. അങ്ങനെ അതിന്റെ ഒരുപാട് ഓരോ ഐറ്റത്തിന്റെ പ്ലംബിങ്ങിന് ഏത് സാധനങ്ങൾ ഉപയോഗിക്കണം, ഇങ്ങനെയുള്ള ഇതുണ്ട്. സൈറ്റ് ക്ലീനിങ്, പിന്നെ എന്ത് വേണ്ട, ഏത് ടൈൽ ഉപയോഗിക്കണം, ഏത് തടി ഉപയോഗിക്കണം, ഏത് വയർ ഏത് ബ്രാൻഡ് ഉപയോഗിക്കണം, പിന്നെ സെറാമിക്സ് PVC ഏത് വേണം, പിന്നീട് അത് ഓരോന്നിന്റെ എത്ര ആയിരിക്കണം വില, ഇങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്പെസിഫിക്കേഷൻ. ഈ സ്പെസിഫിക്കേഷൻ വെച്ചാണ് നമ്മൾ ടെൻഡർ ക്ഷണിച്ചത്. അങ്ങനെ നമുക്ക് 7 ടെൻഡറുകൾ കിട്ടിയായിരുന്നു. 7 ടെൻഡറുകൾ നമുക്ക് ലഭിച്ചു. ഒന്ന് നേച്ചർ ക്രാഫ്റ്റ്, അത് അദ്ദേഹം തന്നെ വേറൊരു എഞ്ചിനീയറെ കൊണ്ട് അദ്ദേഹമാണോ ചെയ്യാമെന്ന് പറഞ്ഞ് ഈ ജിജോ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ വിശ്വാസി മണക്കാല സഭയിലെ ഒരു ഫേമസ് ആർക്കിടെക്റ്റ് ആണ്. പുള്ളി എഞ്ചിനീയറിംഗ് സൈഡിനേക്കാൾ കൂടുതൽ ആർക്കിടെക്റ്റ് ആണ്. അദ്ദേഹം 2,150 ഇതെല്ലാം ഇവിടെ ഉണ്ടിട്ടുണ്ട് വാങ്ങിച്ചത്, വേണമെങ്കിൽ പരിശോധിക്കാം. 2,150 രൂപ സ്ക്വയർ ഫീറ്റാണ്. അത് കഴിഞ്ഞിട്ട് പത്മകുമാർ കൊട്ടാരക്കര, അതൊരു ഗവൺമെന്റ് കോൺട്രാക്ടറാണ്, 2,100 രൂപ. ഏതൻ ഹോംസ് റാന്നി 1,800 രൂപ. ക്രിയേഷൻസ് എറണാകുളം 2,100 രൂപ. പ്രൈം കോട്ടയം നമ്മുടെ ബോബി തലപ്പാടിയുടെ അദ്ദേഹമാണ് കൗൺസിൽ മെമ്പർ കൂടിയ 2,100. ഗ്രീൻ കൺസ്ട്രക്ഷൻസ് 2,050. കൃപ ബിൽഡിംഗ് പത്തനാപുരം അത് 2,050. ഇങ്ങനെയാണ് നമുക്ക് കൊട്ടേഷൻ കിട്ടിയത്. ഇതിൽ ലോവസ്റ്റ് കൊട്ടേഷൻ വന്നത് ഏതൻ ഹോംസ് റാന്നിയാണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയുള്ള ബിൽഡിംഗ് പണിഞ്ഞ് യാതൊരു പരിചയമില്ല. മാത്രമല്ല ടെൻഡർ നിങ്ങൾക്ക് പരിശോധിച്ചാൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഈ ചുറ്റുമതില്, ഇന്റർലോക്ക്, കിണറ്, ഇലക്ട്രിസിറ്റി ഇതൊന്നും പുള്ളി പ്രൊവൈഡ് ചെയ്യില്ല. ഇത് ഫയർ സേഫ്റ്റി ഉൾപ്പെടെയുള്ള കാര്യമാണ്. അതൊക്കെ ക്ലയന്റ് തന്നെ ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്ക്വയർ ഫീറ്റ് റേറ്റും അല്ല പുള്ളി തന്നിരിക്കുന്നത്. ഞാൻ കണക്കൂട്ടി എഴുതിയതാ. 1,90,00,000 രൂപയ്ക്ക് ഇത് ചെയ്തു തരാം എന്നാണ്. പക്ഷെ അദ്ദേഹത്തിന് ലൈസൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് അറിവില്ല. നമ്മൾ അന്വേഷിച്ചിടത്തോളം അദ്ദേഹത്തെ ഒരു പരിചയവും ഇല്ല. ആ രീതിയിലാണ്. ബാക്കി വന്ന കൗൺസിലിൽ വെച്ച്, പ്രത്യേകിച്ച് അത് ഹൗസ് ബോട്ട് കൂടിയ കൗൺസിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ആ കൗൺസിൽ വെച്ച് ഇത് ഇത്രയും അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ തന്നെ കൗൺസിൽ മെമ്പറായ ബോബി തലപ്പാടിക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു പത്തനാപുരത്തുള്ള കൃപ തന്നെങ്കിൽ അദ്ദേഹം ചെയ്യുന്നതായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് ആ ഏരിയയിൽ എന്ന് പറഞ്ഞാൽ വലിയ ഈ കോൺക്രീറ്റ് മിക്സിംഗ് യൂണിറ്റ് ഒന്നും കയറി പോകുന്ന വഴിയല്ല, സാധാരണ ചെറിയ ടിപ്പർ കയറി പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ബോബി പറഞ്ഞു ഇത് ജോജിക്ക് തന്നെ കൊടുത്തേരെന്ന് പറഞ്ഞു. മാത്രമല്ല 50 രൂപ കുറച്ചാണ് ജോജി പറഞ്ഞത്. വീണ്ടും എക്സിക്യൂട്ടീവ് അദ്ദേഹവുമായി സംസാരിക്കുകയും വീണ്ടും വെച്ച ഒരു നെഗോസിയേഷന് പുറത്ത് 2,000 രൂപയ്ക്കാണ് നമുക്ക് ജോജി എഗ്രിമെന്റ് തന്നിരിക്കുന്നത്. 2,000 രൂപ എന്ന് പറയുമ്പോൾ ഈ ഫുൾ താക്കോല് വളരെ മനോഹരമായി പെയിന്റിംഗ് ഉൾപ്പെടെ ചെയ്ത് മോളില് വാട്ടർ ടാങ്ക്, പിന്നെ ഇത് വാട്ടർ ടാങ്ക്, പിന്നീട് ഈ ഇദ്ദേഹം എന്താണ് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ മുഴുവൻ സംവിധാനങ്ങളും എല്ലാം ചേർത്തു. ഇതാണ്. അത് മാത്രമല്ല ഇതില് എഞ്ചിനീയർ ഫീസ് ഏതാണ്ട് 2 ലക്ഷം രൂപയോളം വരും. അതും ആര് കൊടുക്കണം? ജോജി തന്നെ കൊടുക്കണം എന്നുള്ള എഗ്രിമെന്റ് വെച്ചിട്ടാണ് IPC കേരള സ്റ്റേറ്റിന്റെ പേരിൽ നമ്മൾ വ്യക്തമായി എഗ്രിമെന്റ് വാങ്ങിച്ചത്. ലൈസൻസ്ഡ് കോൺട്രാക്ടറാണ് പുള്ളി. കൃപ കൺസ്ട്രക്ഷൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഫേം. വലിയ ഫേം ഒന്നും അല്ല. അദ്ദേഹം വീടുകളൊക്കെ എടുത്ത് ചെയ്യുന്ന ഇതുപോലുള്ള
ഞാൻ ധാരാളം വർക്കുകൾ ചെയ്തിട്ടുണ്ട് കൊമേഴ്സ്യൽ. ആ ഒരു പരിചയം കൂടെ വെച്ചാണ് നമ്മൾ കൊടുത്തത്. അതിന്റെ ഫോട്ടോയൊക്കെ നമുക്ക് അയച്ചു അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊമേഴ്സ്യൽ വർക്കിന്റെ. അങ്ങനെയാണ് ജോജിക്ക് ഇത് കൊടുക്കുന്നത്. 2000 രൂപ വെച്ച് നമ്മൾ എന്ത് ചെയ്തു കൊണ്ടു. അങ്ങനെ മോഡ് ഓഫ് പേയ്മെന്റ് എത്ര ശതമാനം പണി കംപ്ലീറ്റ് ആകുമ്പോൾ എത്ര ചെയ്യണം എന്നുള്ളതെല്ലാം നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാ അഗ്രിമെന്റും വെച്ചാണ് പണി കൊടുത്തത്. ഈ മാനേജർ നമ്മൾ കൊടുത്തിരിക്കുന്നത് 2000-ത്തിനാണ് നമ്മൾ സ്ക്വയർ ഫീറ്റിന് 2000 കൊടുത്തിരിക്കുന്നത്. അതിനകത്തുനിന്ന് തന്നെ എഞ്ചിനീയറിംഗ് ഫീസ് ഇദ്ദേഹം കൊടുക്കണം. അതോടെ വിട്ടുപോകല്ലേ. ഈ സ്ക്വയർ ഫീറ്റിന് നമ്മൾ 2000 രൂപ കൊടുത്തിരിക്കുമ്പോൾ തന്നെ ജിജോ മണക്കാലയുടെ എഞ്ചിനീയറിംഗ് ഫീസ് കൂടെ ആര് കൊടുക്കണം? ഈ 2000 പിടിച്ചിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് കൊടുക്കണം. അടുത്തത് ഈ മാനേജര് എന്ന വിഷയം സെക്രട്ടറി പറയും. അതിന്റെ 3 പ്രാവശ്യമായിട്ട് ജോജിക്ക് പൈസ നമ്മൾ ആൾറെഡി കൊടുത്തു. എന്നാൽ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്ത് തീർന്നതില്ല. 3 പ്രാവശ്യമായിട്ട് കൊടുത്തത് ആദ്യം 10 ലക്ഷം രൂപ കൊടുത്തു, രണ്ടാമത് 10 കൊടുത്തു, പിന്നെ ഒരു 4 കൊടുത്തു. എന്നാൽ കോൺക്രീറ്റിന്റെ സമയത്ത് ഫസ്റ്റ് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യാൻ വീണ്ടും ഒരു 18 ലക്ഷം രൂപ കൊടുക്കാൻ നേരമാണ് ഈ പ്രശ്നം. അപ്പൊ ഈ മാനേജര് അപ്പോൾ പുതിയ ചില വാദമുഖങ്ങൾ ഉന്നയിക്കും. ആദ്യത്തെ 10 ലക്ഷം കൊടുത്തപ്പോഴും രണ്ടാമത്തെ 10 കൊടുത്തപ്പോഴും പിന്നെ 4 കൊടുത്തപ്പോഴും ഈ മാനേജർക്ക് യാതൊരു ഒബ്ജക്ഷനും ഇല്ല. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അന്നേരം പറയണം. അദ്ദേഹം പിന്നെ പറയുന്നത് ഈ ജോജി കൺസ്ട്രക്ഷൻസ് അല്ല കൃപ കൺസ്ട്രക്ഷൻ എന്നാണ് അയാളുടെ ഫേമിന്റെ പേര്. അതിന്റെ പേര് പക്ഷെ GST പിടിച്ചിട്ടാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്. ആ കമ്പനിയുടെ പേരിൽ ഒരു കമ്പനി അക്കൗണ്ട് ഇല്ല. അതിന്റെ പ്രൊപ്പറേറ്ററായ ജോജിയുടെ പേര് ജോജി ജോസഫിന്റെ പേരിലാണ് അക്കൗണ്ട് ഉള്ളത്. നമ്മൾ പൈസ അത് കൃത്യമായി എഴുതിയിരിക്കുന്നത് കൃപ കൺസ്ട്രക്ഷൻസിന്റെ പ്രൊപ്പറേറ്റർ ജോജി. ജോജിയുടെ പേര് ഇവിടെ വെച്ചല്ലേ, ഒരു കൺസ്ട്രക്ഷന്റെ പേര് മാത്രം വെച്ചല്ലേ പുള്ളി ഗവൺമെന്റ് വർക്കിന്റെ എല്ലാ പൈസ അങ്ങനെ വാങ്ങിക്കുന്നതെന്നാ പറഞ്ഞത്. പക്ഷേ പ്രൊപ്പറേറ്ററിന്റെ പേരും നമ്മുടെ കോൺട്രാക്ട് കൺസ്ട്രക്ഷന് വേണ്ടി ജോജിയുടെ പേര് വെച്ച കമ്പനിയാണെങ്കിൽ ആ പ്രൊപ്പറേറ്ററുടെ ഓണറുടെയോ ഡയറക്ടറുടെ പേരിൽ വാങ്ങിയാൻ പറ്റുകയാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ വീട്ടിലെ വാങ്ങിക്കണം. പ്രൊപ്പറേറ്റർക്ക് അയാളുടെ പേരിൽ. അതെ, അത് മാത്രമല്ല, ഇത് 3 ചെക്ക് കൊടുക്കുമ്പോഴും ഒബ്ജക്ഷൻ ഇല്ല. അപ്പൊ പർപ്പസ്ഫുൾ ആയിട്ട് ഉള്ള ഒബ്ജക്ഷൻ വന്നതാണ്. ഇനി പറഞ്ഞു ജനറൽ കൗൺസിൽ പ്രോപ്പർട്ടി കൊടുക്കാതെ സ്റ്റേറ്റ് കൗൺസിൽ സ്റ്റേറ്റ് കൊടുക്കാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ എക്സിക്യൂട്ടീവിൽ വന്നപ്പോൾ ഞാനിങ്ങനെ കൊടുക്കുന്നു. ഞാൻ നേരത്തെ രണ്ട് പാർട്ടന്മാർക്ക് അവിശ്വാസിക്കായിട്ട് 50 സെന്റ് കൊടുത്തു. ബാക്കി 15 സെന്റാണ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ KC തോമസ് പറഞ്ഞു നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തുടങ്ങാം. അങ്ങനെയാണെങ്കിൽ അത് തരാം. ഓക്കെ, എന്നാലും അതിന് പോരാ 15 സെന്റേ കൊടുക്കാൻ ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷേ ഈ പ്രോജക്റ്റിന് വേണ്ടി 12 പേർക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെന്റ് പറയാൻ വേണ്ടി 20 സെന്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 20 സെന്റ് സഭയ്ക്ക് എഴുതി കൊടുത്തു. അതിന് വേണ്ടി അതാണ് അദ്ദേഹം പറഞ്ഞതാണ്. കാരണം അദ്ദേഹം ആക്ച്വലി 15 സെന്റ് തരാമെന്നാണ് ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ടുള്ള ഒരുമിച്ചുള്ള യാത്രകളിൽ അദ്ദേഹം പറഞ്ഞ് 15 സെന്റ് സ്ഥലം എനിക്ക് കൊടുക്കാറുണ്ട് തരാമെന്ന്. പക്ഷെ നമ്മള് ഒടുവിൽ എല്ലാം കൂടെ അളന്ന് നോക്കിയൊക്കെ വന്നപ്പോൾ 15 സെന്റിനകത്ത് നമുക്ക് 12 അപ്പാർട്ട്മെന്റ് പണിയാൻ പറ്റില്ല. 5 സെന്റ് കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ നമുക്ക് നല്ല മനോഹരമായിട്ട് കിട്ടണമെങ്കിൽ ആ 15 സെന്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഉടനെ ഞങ്ങൾ പറഞ്ഞ് 5 സെന്റ് കൂടെ തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം തരാം എന്ന് പറഞ്ഞ് അന്നേരം പെട്ടെന്ന് മനസ്സ് തോന്നി. കേരള സ്റ്റേറ്റ്, അദ്ദേഹം കേരള സ്റ്റേറ്റിന്റെ ട്രഷറർ ആണല്ലോ. കേരള സ്റ്റേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സമിതിക്ക് കൊടുക്കാന്ന് അവരിയ്ക്കുന്ന സമിതിക്ക് കൊടുക്കാൻ 35 സെന്റ് സ്ഥലമാണ് ഇങ്ങനെ പാവപ്പെട്ടവർക്കായിട്ട് കൊടുത്ത് ഒരു വിശ്വാസമല്ല 2 ഭാഗം. ഒന്ന് VIP പണിത് കൊടുത്തു, ഒന്ന് ഗുഡ് ന്യൂസിന്റെ കയറൊക്കെ കുറച്ച് പൈസ, മറ്റെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ 2 വീട് പണിത് അവിടെ താമസമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഓഫീസിന്റെ മാനേജരായിരുന്ന മാത്യു വർഗീസ് എന്ന് പറയുന്ന വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു എന്നുള്ളതാണ്. അതിനോട് ബന്ധപ്പെട്ടാണ് ഇപ്പം വലിയ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയുടെ തുടക്കം മുതൽ തന്നെ നമ്മളൊരു
40 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് IPC കേരള സ്റ്റേറ്റിന് വേണ്ടി IPC.live എന്ന് പറഞ്ഞുകൊണ്ടൊരു വെബ് പോർട്ടൽ സംവിധാനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. IPC കേരള സ്റ്റേറ്റിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ 40 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് ഉണ്ടാക്കിയ ഒരു വെബ് പോർട്ടലാണ്. ആ വെബ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രസിഡന്റ് പാസ്റ്റർ KC തോമസ് അവർ, സെക്രട്ടറി പാസ്റ്റർ ഷിബു നെടുവേലിൽ അവർ, ട്രഷറർ ബ്രദർ ജോയി താനുവേലിൽ, പാസ്റ്റർ ഷിബു നെടുവേലിൽ ആൻഡ് ബ്രദർ ജോയി താനുവേലിൽ, അവരുടെ കാലത്താണ്. ആ 3 പേരും ഒപ്പിട്ട് തന്നെയാണ് അന്ന് എറണാകുളത്തുള്ള ഒരു എന്നൊരു പേരുണ്ട്, സേവൺ ടെക്നോളജി എന്ന് പറയുന്ന ഒരു കമ്പനിക്ക്, ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്ക് നമ്മൾ കൊട്ടേഷൻ കൊടുത്ത് അവര് നമ്മൾ പറഞ്ഞു കൊടുത്ത പ്രകാരമുള്ള ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന്റെ എല്ലാ സ്റ്റേറ്റുകൾക്കും എല്ലാവർക്കും ഉപയോഗിക്കുന്ന ഒരു വിശാലമായ ബൃഹത്തായ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു നല്ല വെബ് പോർട്ടൽ സംവിധാനം തുടങ്ങാൻ തീരുമാനിച്ചു. അന്നത്തെ എക്സിക്യൂട്ടീവായിട്ടിരുന്നവരെല്ലാം തന്നെ മുതിർന്ന ഒരു പ്രായമുള്ളവരുമാണ്. അവർക്ക് ഈ കമ്പ്യൂട്ടർ പരിചയം വലുതായിട്ട് ഇല്ല. കമ്പ്യൂട്ടർ പരിചയം വലുതായിട്ടില്ലാതിരുന്നത് കൊണ്ട് കമ്പ്യൂട്ടർ പരിചയമുള്ള ഒരാളെ ആ സ്ഥാനത്ത് ആക്കി അതിൻ്റെ വർക്കുകൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാത്യു വർഗീസിനെ അതിൻ്റെ നമ്മുടെ ഓഫീസ് മാനേജർ എന്നുള്ള തസ്തിക ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ ഭരണഘടനയിലുള്ള തസ്തികയല്ല, കേരള സ്റ്റേറ്റ് കൗൺസിലിൽ അങ്ങനെ ഒരു തസ്തികയെ ഉണ്ടാക്കി ആ തസ്തികയിലേക്ക് അദ്ദേഹത്തെ നിയമിക്കുകയാണ്. എന്നാൽ ആ കമ്പനിയുമായിട്ടുള്ള കോൺട്രാക്റ്റൊക്കെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ കമ്പനിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത് അതിനൊരു ലിമിറ്റഡ് പീരീഡ് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിന്. ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് ഹാൻഡ് ഓവർ ചെയ്തു. അതിൻ്റെ കുറച്ച് കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൊമൈൻ അതിൻ്റെ AWS എന്ന് പറഞ്ഞാൽ നമ്മുടെ സെർവർ, ആമസോണിൻ്റെ സെർവർ, അതിൻ്റെ പ്രധാനപ്പെട്ട മുഴുവൻ പാസ്വേഡുകളും എല്ലാം ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് കേരള സ്റ്റേറ്റ് അറിയാതെ അദ്ദേഹത്തിനൊരു ഫ്രീഡം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം മാത്രമല്ലേ ഇത് ഓപ്പറേറ്റ് ചെയ്തുള്ളൂ. പക്ഷേ ഞങ്ങൾ പലവട്ടം ഇതിൻ്റെ പാസ്വേഡുകൾ ചോദിച്ചിട്ടും അദ്ദേഹം തരാതിരിക്കുന്നു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പോലെ അദ്ദേഹം ഓപ്പറേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അല്ലാതെ ഒരു ഫൈനൽ അപ്രൂവൽ അതോറിറ്റി ഈ വെബ് പോർട്ടൽ സംബന്ധിച്ച് എന്തുകൊണ്ട് അദ്ദേഹമാണ്. നമ്മൾ അതിൻ്റെ ഒരു പാസ്വേഡ് വെച്ചപ്പോൾ തരത്തില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ 2-2.5 വർഷക്കാലം ഈ പ്രസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാകാതെ, ഭരണസ്തംഭനം ഉണ്ടാകാതെ ഇത് മാന്യമായി മുന്നോട്ട് പോകേണ്ടതിന് വേണ്ടി നമ്മൾ ക്ഷമിച്ച് പലവട്ടം ജോലി തരാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഓഫീസിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ്സിനോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ നമ്മൾ പറയുമ്പോൾ അദ്ദേഹത്തിന് അനുസരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇഷ്ടമുള്ളപ്പോൾ വരുന്നു, ഇഷ്ടമുള്ളപ്പോൾ പോകുന്നു. ഞങ്ങൾ എക്സിക്യൂട്ടീവ്സ് ഇടയ്ക്ക് ദിവസം നമ്മളിവിടെ ഇല്ല. ആ നടപടികൾ എടുക്കാൻ വേണ്ടി അതിൻ്റെ വെളിച്ചത്തിലാണ് ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുകയും അതിനോട് ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളെല്ലാം കൂടെ കയറി വന്നപ്പോൾ എക്സിക്യൂട്ടീവ്സ് അപ്പോൾ പല വട്ടം കൗൺസിലിൽ ഈ വിഷയം ചർച്ചയുണ്ടായി. കേരള സ്റ്റേറ്റ് സാമ്പത്തിക അഴിമതിയാണെന്നും പുള്ളിയെ മെന്റൽ ഹറാസ് ചെയ്യുന്നുണ്ടെന്ന് ജനറൽ പരാതി കൊടുത്തു. അന്നേരമാണ് അതിനെ കേരള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കൗൺസിലും ഒരു സ്റ്റാഫായിട്ടാണ് ഒരു ഓഫീസ് മാനേജറിന് ഒരു തസ്തിക ഉണ്ടാക്കി ആ തസ്തികയിൽ എന്തിരുന്നു ഒരു എംപ്ലോയിയാണ്, ശമ്പളം കൊടുക്കുന്നുണ്ട്. എല്ലാ മാസവും നമ്മുടെ കേരള സ്റ്റേറ്റ് അക്കൗണ്ടിൽ സാലറി കൊടുക്കുന്നുണ്ട്. അല്ലാതെ വോളണ്ടറി അല്ല. അദ്ദേഹത്തിന് സാലറി എത്ര കൊടുക്കുന്നത്? സർവീസ് വോളണ്ടറി ആയിട്ട്
അന്ന് 2025 ഈ അദ്ദേഹം ഒരു മാസം 35,000 രൂപ സാലറി ഉള്ള പ്രശ്നമാണ്. പറഞ്ഞുള്ളൂ. അദ്ദേഹം ഒരു വോളണ്ടിയറാണ്. അദ്ദേഹത്തിന് പിന്നെ ശമ്പളം കൊടുക്കുന്നേ ഉള്ളൂ. ശമ്പളം വളരെ കൊടുക്കുന്നേ ഉള്ളൂ. PF ഇല്ല, അത് പിന്നെ അഡ്മിനിസ്ട്രേഷൻ ഒന്നുമില്ല. ഇപ്പോൾ അവരുടെ സമയത്ത് പുള്ളി പോകുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ വോളണ്ടിയർ പറയുന്നേ ഉള്ളൂ. സ്റ്റാഫ് ഒഫീഷ്യലി സ്റ്റാഫ് അല്ല. പുള്ളി ഒരു വോളണ്ടിയറാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ അവിടെ അഡ്മിനിസ്ട്രേഷൻ വെക്കാൻ പറഞ്ഞാൽ വെക്കത്തില്ല. ലീഗലി ക്ലെയിം ചെയ്യണമെന്നില്ല. അറിയില്ല. അന്ന് വേറെ സമിതിയാണ്. ഭരണസമിതി വേറെ ആയതുകൊണ്ട് നമുക്ക് അറിയാം. കൊടുത്തിട്ടില്ലെന്ന് അറിയില്ല. അപ്പോയിന്റ്മെന്റ് അറിയത്തിലുണ്ടായിരുന്നു ഇവരുടെ കാലത്താണ്. അവസാനം ഇതുപോലെ പറഞ്ഞ അദ്ദേഹം ഒരു വോളണ്ടിയറാണ്. അദ്ദേഹത്തിന് പിന്നെ അതുപോലെ ആമസോൺ വ്യക്തമായിട്ട് പറ. ഞാൻ പത്രപ്രവർത്തനായിട്ട് കൗൺസിലാണെന്ന് എനിക്ക് പറയാം. അദ്ദേഹവുമായിട്ട് ഒരു ഡിസ്പ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് തുടക്കം തൊട്ടേ ഡിസ്പ്യൂട്ടാണ്. തുടക്കം തൊട്ടേ കഴിഞ്ഞ ഭരണസമിതി അകത്ത് ഡിസ്പ്യൂട്ടുണ്ട്. ഡിസ്പ്യൂട്ടാണ്. അതിനുവേണ്ടി പല സമിതികളെ ഇതിനുവേണ്ടി നിയമിച്ചിട്ടുണ്ട്. അവർക്കൊന്നും അതിലൊരു സമിതിയുടെ ആളാണ് ജോൺസൺ മാത്യു സാർ. അല്ല, ആദ്യത്തെ സമ്മതിക്കത്. അത് കഴിഞ്ഞിട്ട് പിന്നെ സമ്മതിയുണ്ട്. ഇവർക്കാർക്ക് ഇദ്ദേഹം ഇതിന്റെ യാതൊരു ഡീറ്റെയിൽസും കൊടുക്കത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഇത്രയും നാൾ എന്തിനു വലിച്ചു നീട്ടിക്കൊണ്ടു? അത് അങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതിന്റെ കാരണം ഇപ്പോൾ തന്നെ ഇത് എടുത്തപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ് IPC കേരള സ്റ്റേറ്റ്. സാമ്പത്തികമല്ല, അത് നമുക്ക് പറഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. അവിടെ ഇരിക്കുന്ന 2 എംപ്ലോയീസിന് ചില കാര്യങ്ങൾ ഡാറ്റ എൻട്രി മാത്രമേ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. 100 കണക്കിന് ID കാർഡുകൾ പ്രിന്റ് ചെയ്യാറുണ്ട്. പുള്ളി അപ്രൂവ് ചെയ്താലേ ആ ലോഗിൻ നമുക്കില്ല. പറഞ്ഞു മനസ്സിലായോ? ഇനി ആമസോണിന്റെ ഇത് പുള്ളിയുടെ സ്വന്തം ക്രെഡിറ്റ് കാർഡിലാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മാസം തോറും പുള്ളി വാങ്ങിക്കുന്നു. പുള്ളിയുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പോകുന്നു. കമ്പനി ഞങ്ങൾ വിളിച്ചപ്പോൾ കമ്പനിയും പുള്ളിയുമായുള്ളതാണ് അന്ന് അഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ അറിയാതെ ഇത് യാതൊരു മാറ്റങ്ങളും വരുത്താൻ പാടില്ല. അന്ന് അതൊക്കെ പഴയ നമുക്കൊരു ഓർമ്മത്തില്ല. ഇല്ല, ഇല്ല, അത് കഴിഞ്ഞു. AMCയുടെ കാലാവധി കഴിഞ്ഞു. ഇപ്പോൾ ചെറിയ ചെറിയ അപ്ഡേഷൻ പുള്ളി വരുത്താം. ഇപ്പൊ ചെറിയ അപ്ഡേഷൻസ് വരുത്തുന്നത്. അതപ്പോ പുള്ളിയുടെ പാസ്വേഡ് ഒരു നിശ്ചിത സമയത്തേക്ക് അവർക്ക് ഷെയർ ചെയ്യും. അവരെ വർക്ക് ചെയ്ത് ഇവരെ അറിയിച്ച ശേഷം ഉടനെ അദ്ദേഹം പാസ്വേഡ് മാറ്റി വയ്ക്കും. അവർക്ക് പോലും ഇതിനകത്ത് ആക്സസ് ഇല്ല. ഇപ്പോൾ അവർ ഈ പ്രോഡക്റ്റ് കംപ്ലീറ്റ് ചെയ്തു, ക്ലയന്റിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഈ ക്ലയന്റിനാണ് ഇതിപ്പോ ഡൊമൈൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ പേഴ്സണൽ ഇമെയിലാണ്. ഇതിപ്പോ ഈ പൈസ രാവിലെ അടയ്ക്കാൻ വേണ്ടി ഞാൻ ഇതിനകത്ത് ഗൂഗിളിൽ കയറി നോക്കി. ഇതിപ്പോ നമ്മുടെ ആമസോണിൽ നിന്ന് വന്ന ബില്ലാണ്. ഇത് ആമസോണിൽ നിന്ന് പുള്ളിക്ക് ബില്ല് അയച്ചു കൊടുക്കും. പുള്ളി ക്രെഡിറ്റ് കാർഡിന് ഡോളറിൽ പൈസ കൊടുക്കണം. അവർക്ക് ഡോളറിൽ പൈസ കൊടുക്കും. അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഇന്ത്യൻ മണി അച്ഛാന് ബില്ല് കൊടുക്കും, അച്ഛാൻ പുള്ളിക്ക് കൊടുക്കും. അങ്ങനെയാണ് ആ സംവിധാനം. ഈ ഏപ്രിൽ മാസത്തെ 1-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ബില്ലേ ഇത് നമുക്ക് അടയ്ക്കാൻ നിവൃത്തിയില്ല. ഇത് ഇപ്പോൾ അടച്ചില്ലെങ്കിൽ സെർവറിന്റെ പ്രവർത്തനം ചിലപ്പോൾ നിലയ്ക്കും. ഈ വെബ്സൈറ്റ് പൂർണ്ണമായി ചിലപ്പോൾ നിലക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിനകത്തൊരു വെബ്സൈറ്റിന്റെ വിലാസം കണ്ട് ഞാൻ മെയിൽ ചെയ്യാൻ നോക്കിയപ്പോൾ അവര് നമ്മൾ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിന്റെ ഇമെയിൽ ID കൊടുക്കണമെന്നാണ് പറയുന്നത്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പുള്ളിയുടെ ഇമെയിൽ ID കൊണ്ടുവന്ന് അയാള് ഈ നമ്പർ അടിച്ച് കയറിയാലേ ഇത് പേ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എല്ലാം കൂടെ സത്യത്തിൽ കൂട്ടിപ്പോയി. കംപ്ലീറ്റ് കൺട്രോൾ ആ ഓഫീസിലെ പ്രവർത്തനങ്ങളുടെ മുഴുവൻ കൺട്രോൾ ഇദ്ദേഹത്തിന്റെ കയ്യിലായി. ഈ വെബ് പോർട്ടലിന്റെ മുഴുവൻ കൺട്രോൾ പുള്ളിയുടെ കയ്യിലായി. ശരിക്കും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു. അതുകൊണ്ടാണ് പെട്ടെന്നൊരു നടപടി മുറിച്ചു കളയാവുന്ന പോലെ എടുക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു. ഒരുപാട് കാര്യങ്ങൾ അവിടെ തടസ്സപ്പെട്ടു. അതുകൊണ്ടാണ് പുള്ളി വളരെ സൂപ്പർശാലി ആയതുകൊണ്ട് പുള്ളി അന്ന് ഇത് ആർക്കും ഷെയർ ചെയ്തില്ല. അന്ന് ഞാൻ ഈ വെബ് പോർട്ടലിൽ ഒരു അന്വേഷണ സമിതിയായിട്ട് ഈ കൗൺസിലിനെ നിയോഗിച്ചിട്ടുണ്ട്. ഞാൻ അന്നത്തെ എക്സിക്യൂട്ടീവിനുള്ളവരോടും അന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും സംസാരിച്ചു. അപ്പൊ അവരെ എല്ലാം പുള്ളി വിദഗ്ധമായിട്ട് അവതരിപ്പിച്ചു. ഇങ്ങനെ ഒരു അവസരം വന്നാൽ ഇത് വെച്ച് വില പേശാൻ പറ്റുമെന്ന് പുള്ളിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് പുള്ളി ഇതിനെ ആർക്കും ഷെയർ ചെയ്യാനോ ആർക്കും ഈ ശരിക്കും IPC പ്രസിഡന്റ് IPC കേരള എന്നുള്ള ഒരു ഇമെയിൽ ഉണ്ടാക്കിയിട്ട് അതിൽ വേണമായിരുന്നു ഇദ്ദേഹം ഇത് രജിസ്റ്റർ ചെയ്യാൻ, ഡൊമൈൻ ഉണ്ടാക്കാൻ. പക്ഷേ പുള്ളി sajivplangal@gmail.com എന്ന പുള്ളിയുടെ പേഴ്സണൽ Gmail ID യിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് പുള്ളി സൂത്രശാലി ആയതുകൊണ്ട് പുള്ളി ഇതിന് മുമ്പ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ
ചെയ്തേക്കുന്നുള്ളതുകൊണ്ട് പുള്ളിയാണ് ആ സമയത്ത് ഇവരെല്ലാം അയവാഷ് ചെയ്ത് പുള്ളി അങ്ങനെ ചെയ്തു. അപ്പൊ ഞാൻ അന്നത്തെ എക്സിക്യൂട്ടീവ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നല്ല കാര്യമല്ലേ, നമ്മുടെ പ്രസ്ഥാനത്തിന് നല്ല കാര്യമല്ലേ, എല്ലാവരും പറയും നല്ല കാര്യമാണ്, ഞാൻ എതിർത്തില്ല, നല്ല കാര്യം ഉണ്ടാകട്ടെ, ആ പുള്ളിക്കാര്യത്തിൽ അറിയാവുന്ന ആളാണ് പോയി പുള്ളി ഏൽപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. അത് നമ്മളൊരു ഗുഡ് ഫെയ്ത്ത് എടുക്കുക, അത് അങ്ങനെയാണ് സംഭവിച്ചത്. ഇപ്പോഴത്തെ സ്ഥിതി നമ്മുടെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ വേണം ചെയ്യാൻ, പക്ഷെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു ഫൈനൽ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് കൊടുക്കേണ്ടത്. ആ സ്റ്റേറ്റ് സെക്രട്ടറി കൊടുക്കേണ്ട അപ്രൂവല് പുള്ളി കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ പാസ്വേഡ് തരുന്നില്ല. നമ്മൾ ചോദിക്കുന്നു അപ്പൊ ഞാൻ ഒരു കേസിന്റെ അപ്രൂവലിന് വേണ്ടി പാസ്വേഡ് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അപ്രൂവ് ചെയ്യാം, ഞാനൊരിക്കൽ കട്ടായം പറഞ്ഞു, ഞാൻ അപ്രൂവ് ചെയ്യാത്തൊരു ID കാർഡ് ഇവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, ഞാൻ അപ്രൂവ് ചെയ്യാത്തൊരു പേപ്പർ ഇവിടെ മൂവ് ചെയ്യാൻ പറ്റില്ല. അന്നേരം എന്ത് ചെയ്തു, പുള്ളി ഓൺലൈനിൽ വെബ് പോർട്ടലിൽ അപ്രൂവൽ മാറ്റിയിട്ട് പുള്ളി അതിൻ്റെ എല്ലാം ഹാർഡ് കോപ്പി ഇരിക്കുന്നതാണ്. അതിൽ ഞാൻ അപ്രൂവ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ പുള്ളിയുടെ അപ്രൂവൽ അതിനകത്ത് വെബ് പോർട്ടലിൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഒരു ID കാർഡ് റിന്യൂ ചെയ്യാൻ വന്നു, ആ ID കാർഡ് റിന്യൂ ചെയ്യാൻ വന്ന ആളിൻ്റെ ആ ആപ്ലിക്കേഷൻ ഫോം അതുപോലെ പ്രിന്റ് ആക്കി റിപ്പോർട്ടിൽ പ്രിന്റ് എടുക്കാൻ പറ്റുമല്ലോ, ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഹാർഡ് കോപ്പി ആക്കാൻ പറ്റും. ആ ഹാർഡ് കോപ്പി പ്രിന്റ് ചെയ്ത് എൻ്റെ ടേബിളിൽ വരും. ആ പ്രിന്റ് ചെയ്ത ടേബിളിനകത്ത് എൻ്റെ അപ്രൂവലിന് വേണ്ടി ഒരു പ്ലേസ് ഉണ്ട്, അതിൽ ഞാൻ സൈൻ ചെയ്ത് അപ്രൂവൽ എഴുതി കഴിയുമ്പോഴാണ് പുള്ളി എഴുതിയത് അവിടെ തരും. പുള്ളി മറ്റേ അപ്രൂവൽ അവിടെ ചെയ്താലേ പ്രിന്റ് വരുള്ളൂ. അപ്പം ഒരു ഡിജിറ്റൽ അപ്രൂവൽ പുള്ളി എഴുതുകയും ഹാർഡ് കോപ്പി അപ്രൂവൽ ഞാൻ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഡിജിറ്റൽ അപ്രൂവലിന് വേണ്ടിയുള്ള പാസ്വേഡ് കൂടി എനിക്ക് തരത്തില്ല. എനിക്ക് ഇതെല്ലാം കാണാൻ വേണ്ടി ഒരു പാസ്വേഡ് തന്നിട്ടുള്ളൂ, അവിടെയുള്ള 2 സ്റ്റാഫിന് ഈ വർക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഫൈനൽ അപ്രൂവൽ കിട്ടത്തില്ല. ഒരു ട്രാൻസ്ഫർ ഓർഡർ നമുക്ക് ചെയ്യാം, പക്ഷേ അത് പ്രിന്റ് ചെയ്ത് വരണമെങ്കിൽ പുള്ളി അപ്രൂവ് ചെയ്യണം. ID കാർഡ് നമുക്ക് ഡേറ്റ എൻട്രി ചെയ്തിടാം, അത് ചെയ്ത് കാർഡ് പ്രിന്റ് വരണമെങ്കിൽ പുള്ളി അപ്രൂവ്. ഇല്ല, ഒന്നും അല്ല, ഈ ഡാറ്റ എൻട്രി നടക്കും. ഡാറ്റ എൻട്രി എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി ആസ് ഇറ്റ് ഈസ് എന്തായിരുന്നോ അതിപ്പോ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അത് അപ്രൂവ് അത്രേ ഉള്ളൂ. ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഈ AWSന്റെ ഈ മാസത്തെ നമ്മുടെ ഫീസ് അടയ്ക്കാതെ വരുമ്പോൾ AWS പുള്ള കയ്യിൽ പൈസ അടച്ചില്ലെങ്കിൽ ഇതിപ്പോൾ ഇത് മൊത്തത്തിൽ പുള്ളി അടക്കത്തില്ല. ഇത് മൊത്തത്തിൽ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൂടെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം എന്താണ് സംവിധാനം പറ്റുവാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വലിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അതിനായിട്ട് മൂവ്മെന്റ്സ് ചെയ്തു. ഏതെങ്കിലും നമുക്കൊരു ഹാക്കിംഗ് പരിപാടിയൊന്നും പറ്റില്ല. കാരണം ഇത് ആമസോൺ ഹാക്ക് ചെയ്ത് നമുക്ക് ഇദ്ദേഹം ഇത് തരണം. എന്നിട്ട് ഞാൻ പല കാര്യങ്ങളും നമുക്ക് ഇദ്ദേഹം ഇത് കിട്ടണം, നമുക്കിത് ഇദ്ദേഹം തരാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഇതിന് ഏതൊക്കെയോ മാറ്റി നമുക്കിത് തരാൻ പുള്ളി ആദ്യമൊക്കെ അപ്രൂവൽ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്തതിനു ശേഷവും ഒക്കെ അദ്ദേഹത്തിന് ഒരുപക്ഷെ നമുക്ക് ഒരു സോഫ്റ്റ് കോർണറിൽ വന്ന് കാര്യം നടക്കുന്നത്. പക്ഷെ പല പിന്തുണകൾ അദ്ദേഹത്തിന് വന്നപ്പോഴേക്കും കൊടുക്കണ്ട. ഇദ്ദേഹം ഏത് ലോക്കൽ സഭയിലുണ്ട്? വെണ്ണിക്കുളം കത്ത് കൊടുക്കാൻ തീരുമാനിച്ചു. 3 വർഷമായിട്ട് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് അപ്രൂവൽ ചെയ്യാൻ പറ്റില്ല എന്ന് ആയിട്ട് ഇതുവരെ നടപടി എടുക്കാതെ ഇപ്പോഴാണ് നടപടി എടുക്കുന്നത്. ഇപ്പൊ എടുത്തിട്ട് ഒരു ട്രാൻസ്ഫറിന്റെ സമയത്തോ ഒരല്ലാത്ത സമയത്തോ എടുത്താൽ ഞാൻ ആക്ടിംഗ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇവിടെ ഈ എന്തുവാ നമ്മുടെ ട്രാൻസ്ഫർ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായി.
ഈ പ്രശ്നം ഓരോ വർഷവും ഒന്ന് ട്രാൻസ്ഫർ അല്ലെങ്കിൽ അത് ഇതിന്റെ ഇടയ്ക്കാണ് നമ്മൾ ഇദ്ദേഹത്തെ പറഞ്ഞു വിട്ട ട്രാൻസ്ഫർ മൊത്തം പോയില്ലേ. ഇപ്പം തന്നെ ലാസ്റ്റ് മൂമെന്റിൽ നമ്മൾ ഒരു വർഷമായിട്ട് പറഞ്ഞിട്ടും ഞാൻ തുടരില്ലെന്ന് പറഞ്ഞൊരു കാര്യം ഈ ട്രാൻസ്ഫർ കഴിയാൻ വേണ്ടിയാ. ഈ കഴിഞ്ഞ ആഴ്ച ട്രാൻസ്ഫർ ഇപ്പോൾ അത്രയും പേർ ട്രാൻസ്ഫർ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് ആ സ്റ്റെപ്പ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും ദേവദാസന്മാർ കുടുംബം മടിയാധാരമാണ്. നമ്മളെന്ത് ചെയ്യും? ഇനി അടുത്തൊരു ട്രാൻസ്ഫറിന് മുമ്പായിട്ട് നമുക്കിനി ഏതെങ്കിലും പോയി എവിടെയെങ്കിലും ഉണ്ടാക്കിയൊരു സാധനം ഉണ്ടാക്കാന്ന് പറയാം. അപ്പോൾ നമ്മൾ വളരെ വയസ്സായിട്ട് രീതിയിലേക്ക് മറ്റൊരു മുമ്പിൽ നമ്മൾ തലവലിക്കേണ്ടി വരും. സാറേ, ഈ പെന്തക്കോസ്റ്റ് ഐപിസിയുടെ ഒരു കേരള ഘടകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ മനുഷ്യന് ഇങ്ങനെ വിഹരിക്കാൻ നിങ്ങൾ എന്തിനു അനുവദിക്കും? ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സിന്റെ ഞങ്ങളുടെ തീരുമാനപ്രകാരം നോട്ട് വൺ മാൻ ഷോ തീരുമാനപ്രകാരം ഞങ്ങൾ കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. DYSPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഈ രണ്ടുപേർക്ക് പ്രധാനമായിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല സാറേ, സൈബർ സെല്ലിലാണ് പരാതി കൊടുക്കേണ്ടത്. ഇതിന്റെ പാസ്വേഡുകൾ അദ്ദേഹം പുറത്തു പറയാതെ കൈവശം വെച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തെ മുഴുവൻ പെന്തക്കോസ്റ്റ് സമൂഹത്തെ അദ്ദേഹം വഞ്ചിക്കാനും ചതിക്കാനും ശ്രമിക്കുകയാണ്. പുള്ളിയുടെ പേരിലത് പുള്ളി അതിന്റെ ഓണർ. ഇതിപ്പോ ഈ കേസ് പരാതി കൊടുത്തിട്ട് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കം എങ്ങനെയാ? ഇന്ന് വൈകുന്നേരം 4 മണിക്ക് DSP ഓഫീസിൽ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകുന്നുണ്ട്. നിങ്ങളുടെ കമ്മീഷന്റെ കാലാവധി എന്ന് വരും. ഞങ്ങൾ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 2025 ആഗസ്റ്റ്. ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ 25 ഓഗസ്റ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ട സമയമായി. കുഴപ്പമില്ല. നടപടിക്രമങ്ങൾ ആരംഭിക്കാനായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ വയ്യ. കാരണം മെമ്പർഷിപ്പ് നമുക്ക് 2023 വരെയുള്ള മെമ്പർഷിപ്പിന് വേണ്ടി വെബ്പോർട്ടൽ ഓപ്പൺ ആയി കിടക്കും. 2023 വരെ മെമ്പർഷിപ്പ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള വെബ്പോർട്ടൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു പുതിയ മെമ്പർഷിപ്പ് കളക്ഷനോ കാര്യങ്ങൾക്കോ അതൊന്നും നമുക്ക് ഒരു നിർവാഹമില്ല. പിന്നെ നമുക്ക് ഓരോന്നും പാസ്പോർട്ടിന്റെ ID കാർഡ് റെഡി ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് ആമസോണിന്റെ സംഗതി ക്ലോസ് ആയി പോവാണെങ്കിൽ ഇനി ഒരു ID കാർഡ് റിന്യൂ ചെയ്യാനായിട്ട് നമുക്ക് അവിടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കാൻ നമുക്ക് കഴിയില്ല. ഇത് നീണ്ടു കിടക്കുന്ന ഞങ്ങൾക്കൊക്കെ നല്ലത്. എനിക്ക് നിങ്ങൾക്ക് മീതയാണ് മാനേജ്. ഉയരങ്ങൾ അതുക്കും മേലെ ഈ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എനിക്കിതിന്റെ കേട്ടോ സാങ്കോട്ട് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് ഈ വെബ് പോർട്ടലിന്റെ ഇതിന്റെയൊക്കെ സാങ്കേതിക ജ്ഞാനം വളരെ കുറവാണ്. മനസ്സിലായി? നമ്മളൊരു പുരാവസ്തു എന്ന് വേണേ പറയാം. പക്ഷേ ഇവിടെ പഴയ എക്സിക്യൂട്ടീവ്സിന് ഈ കമ്പ്യൂട്ടർ ആക്ച്വലി ഏറെ എഡ്യൂക്കേറ്റഡ് ആണ്. BSc കാരനാണ്. പക്ഷെ കമ്പ്യൂട്ടർ നോളജ് ഇല്ല. കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്ത് അത് വർക്ക് ചെയ്യാനായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് നമ്മുടെ പഴയ ആൾക്കാരും എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വന്നിട്ടുള്ള ആളാണ്. എന്റെ ഒരു ചിന്തയാണ് ഇതൊക്കെ എക്സിക്യൂട്ടീവ് ആദ്യമേ ഞാൻ തന്നെ ആയിരുന്നു. എനിക്ക് ആർജവമില്ലെങ്കിൽ ഞാൻ ചെയ്യും. ഒന്ന് ഞാൻ അല്ല, അത് തെറ്റല്ല. കാരണം നമ്മള് ഒരു ശമ്പളക്കാരനായിട്ട് നിയമിച്ച ഒരു വ്യക്തി നെഗറ്റീവായിട്ട് പെരുമാറുന്നത് കണ്ടുകൊണ്ട് ഇത്രയും കാലം കഴിച്ചു കൂടിയത് തന്നെ വലിയ നെഗറ്റീവായിട്ട് അതാണെന്ന് പറയുമ്പോൾ നമുക്ക് 3500ഓളം സഭകളുണ്ട്. 3500ഓളം 3300 സഭ, 3300 ചർച്ചസ് ഉണ്ട്. അറൗണ്ട് ഐ തിങ്ക് ഒരു 3700 പാസ്റ്റേഴ്സ്.
ഈ പാസ്റ്റേഴ്സ് ഇത്രയും പേരുടെ കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തെ ഇദ്ദേഹം എന്നും ചർച്ച വരുമ്പോൾ ഒടുവിൽ പോർട്ടൽ സ്റ്റോപ്പായി പോയി എന്ത് ചെയ്യും? ഒരു ഭയം, അത് വലിയൊരു ഭയം തന്നെയാണ്. നമുക്ക് എന്തെല്ലാം ഹാർഡ് കോപ്പി നമ്മുടെ നമ്മുടെ ഹാർഡ് കോപ്പി 2016 വരെ ഉള്ള ഹാർഡ് കോപ്പിയേ നമ്മുടെ ഉള്ളൂ. അതും എല്ലാം 2016 തൊട്ട് 90% അല്ല 100% റിപ്പോർട്ട്. ഞാൻ പറയട്ടെ, 2016 തൊട്ട് ഇങ്ങോട്ടുള്ളത് മുഴുവൻ വെബ് സോഫ്റ്റ് ഡാറ്റാസ് ആണ് നമുക്കുള്ളത്. ആ ഡാറ്റാസ് ഇദ്ദേഹത്തിന്റെ കയ്യിലാണ്. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന സാധനം, എന്റെ കൈക്കകത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഒരു സാധനം, ആ സാധനം ഈ ഒരു കൊച്ചു കുഞ്ഞിനെ മുമ്പിലെടുത്ത് വെച്ചിട്ട് കഴുത്ത് ജനിച്ചിട്ട് ഒത്തുവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സിറ്റുവേഷനാണ്. അപ്പൊ നമ്മളിങ്ങനെ ക്ഷമിച്ച് ക്ഷമയുടെ നെല്ലിക്ക് വരെ കണ്ടു. ഈ മനുഷ്യൻ നെഗറ്റീവായിട്ട് പെരുമാറാൻ തുടങ്ങിയപ്പോൾ തന്നെ ആക്ഷൻ എടുത്ത് അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇദ്ദേഹം തന്നെത്താൻ അപ്രൂവ് ചെയ്യുന്ന സ്ഥാനത്ത് ID കാർഡിന്റെ അപ്രൂവൽ മുഴുവൻ ഹാർഡ് കോപ്പി. അതായത് ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്ന് വരെയില്ല, അന്ന് തൊട്ട് മുഴുവൻ ഹാർഡ് കോപ്പി മുമ്പ് വന്നു. അത് മുഴുവൻ ഒപ്പിട്ട് ഞാൻ അപ്രൂവ് ചെയ്തതിന്റെ ഹാർഡ് കോപ്പി ഇരിപ്പുണ്ട്. അതുപോലെ ഓരോന്നിന്റെയും ഹാർഡ് കോപ്പി ആക്കി കോർഡിനേഷന്റെ മുഴുവൻ ഹാർഡ് കോപ്പി ഇരിപ്പുണ്ട്. അതിന് ഫയൽ ചെയ്തിട്ടുണ്ട്. സിസ്റ്റത്തിനകത്ത് നടക്കുന്നത് എന്തോന്ന് നമുക്കറിയാം. ഇപ്പൊ എനിക്ക് എന്റെ വെബ്പോർട്ടൽ ഓപ്പൺ ചെയ്ത് എനിക്ക് കാണാൻ പറ്റുന്ന ഒത്തിരി കാണാനേ പറ്റും. പുള്ളിക്ക് അങ്ങനെ ആക്സസ് വന്നിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് ഇപ്പം ഇന്ന വ്യക്തി ഇവിടെ ID കാർഡ് ഉണ്ടോ, എക്സ്പയർ ആയോ നോക്കാൻ എനിക്ക് ആക്സസ് ഉണ്ട്. ഇന്ന മെമ്പർ IPCയിലെ ഇന്ന സഭയിലെ ഇന്ന മെമ്പറിന്റെ ഡാറ്റ നോക്കാൻ എനിക്ക് ആക്സസ് ഉണ്ട്. എന്റെ ഈ ഫോണിനകത്ത് ഉണ്ട്. എഡിറ്റ് ചെയ്യാനോ തൊടാനോ അതുകൊട്ടെ, ഇനിയിപ്പം അതിനെ കുറിച്ച് നിങ്ങൾ എന്താന്ന് വെച്ചാൽ അടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ ഫണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നു, അതിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരുന്നത്? നമുക്ക് അതിനകത്ത് ഫണ്ട് ഫ്രീസ് മാറ്റി തരണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫ്രീസ് ചെയ്ത സമിതിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്രീസിങ് കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ ഫണ്ട് ഫ്രീസ് ചെയ്തത് നമ്മുടെ മേൽഘടകമാണ്. മേൽഘടകത്തിൽ നമ്മളൊരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മുന്നോട്ടുള്ള അതിനകത്ത് ഞങ്ങളൊരു കണ്ടീഷൻ പോലും വെച്ച്, ഒരു കണ്ടീഷനോട് കുറച്ച് പൈസ അതിനകത്ത് ഇട്ടേക്കാം. അങ്ങനെ അതിനകത്ത് വെച്ചുള്ള ക്ലാരിറ്റി വേണം. ആ കത്തിനകത്ത് കേരളം വിഭജിക്കപ്പെടുന്നത് കൊണ്ട് ഫണ്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നെന്നാ പറഞ്ഞത്. കേരളം വിഭജിക്കപ്പെടുന്നു, അങ്ങനെ അതൊന്നും എനിക്ക് അങ്ങനെ കത്ത് തന്നേക്കുന്നത് കേരളം വിഭജിക്കപ്പെട്ടതുകൊണ്ട് കേരളം വിഭജിച്ചതുകൊണ്ട് ബൈഫർക്കേഷൻ നടന്നതുകൊണ്ട് ഫണ്ട് ശക്തമായി അപ്രസക്തമാണ്. ഞാൻ അന്ന് നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പണ്ട് ഞങ്ങളെ അറിഞ്ഞതാ. അല്ല ഞാൻ അല്ല ഞങ്ങളല്ലേ നമ്മൾ ചോദിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഒരു കത്ത് ഞങ്ങളെ അന്വേഷണം നടത്തുകയോ വിധിക്കാന്ന് ചോദിക്കുകയോ ഞങ്ങളുടെ കൗൺസിലിൽ എല്ലാവരും കഴിഞ്ഞ വർഷം കൂടിയ പ്രാർത്ഥന വരെ വെച്ചിരിക്കുക. എവിടെ
നിങ്ങൾ കയറി അവരുടെ അതിനകത്ത് കയറുക. അവരുടെ ഇല്ല, ഞങ്ങളല്ലേ ആദ്യം അതിന് പറഞ്ഞിട്ടില്ല. വേറെ സ്റ്റേറ്റോട്ട് പോവാറില്ലേ? വേറെ സ്റ്റേറ്റാ. വളരെ സങ്കടകരമാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ഫണ്ടിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇതുവരെ ഫണ്ടിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഫ്രീസിങ് നോൺ ഫ്രീസ് ചെയ്ത് തരണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലെറ്റർ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കൗൺസിൽ കൂടി ലെറ്റർ കൊടുത്തു. കൗൺസിൽ ഫ്രീസ് ചെയ്തവർക്ക് പ്രസിഡന്റ് ആൻഡ് എക്സിക്യൂട്ടീവ് എന്നാ പറഞ്ഞു. പ്രസിഡന്റുമായിട്ട് നിങ്ങൾ ആരെങ്കിലും സംസാരിച്ചോ? പേഴ്സണലി സംസാരിച്ചിട്ടില്ല. ഇല്ല. പ്രസിഡന്റുമായിട്ട് സംസാരിക്കാതെ പേഴ്സണലി സംസാരിച്ചിട്ടില്ല. പ്രസിഡന്റിനെ അഡ്രസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൗൺസിൽ ഓഫീസിൽ ഞങ്ങൾ പ്രസിഡന്റിനെ അഡ്രസ് ചെയ്ത് കത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു അറിവില്ല. കിട്ടിക്കാണുമായിരിക്കാം. ഞങ്ങൾ മെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മെയിൽ പ്രസിഡന്റിന്റെ ഇമെയിൽ ആക്റ്റീവ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അതിൽ നിന്ന് ഞങ്ങൾക്ക് മെയിൽ വരാറുണ്ട്. കഴിഞ്ഞ ആഴ്ച ഒന്ന് മെയിൽ പ്രസിഡന്റിന്റെ ഫോട്ടോ വെച്ച ഇമെയിൽ ചെയ്ത് മിനിഞ്ഞാന്ന് കത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പാസ്റ്റർ ഒരു ചാനലിൽ വന്ന് പരിശുദ്ധ വിഷയത്തിനെതിരെ പിന്നെ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളെന്താ കേരള സ്റ്റേറ്റിൽ നിന്ന് പുറത്താക്കി. ഇതിന് ശേഷമാണോ അതോ അതിന് മുമ്പേ? നമ്മുടെ ഒരു പ്രസ്ഥാനത്തെ വിമർശിക്കുന്നത് ആർക്കും സ്വാതന്ത്ര്യം, കാരണം നമ്മൾ ജനാധിപത്യ സമൂഹം. പക്ഷേ ചോദ്യം ചെയ്യാതെ തന്നെ നമുക്ക് പുറത്താക്കാൻ കഴിയുന്നത് അദ്ദേഹം നമ്മുടെ വിശ്വാസത്തെ തള്ളിപ്പറയുന്നു. ഇനി അദ്ദേഹത്തിന് വിശദീകരണം ആവശ്യമില്ല. അദ്ദേഹം പ്രസ്ഥാനത്തെയോ നേതാക്കന്മാരെയോ വിമർശിക്കുകയാണെങ്കിൽ അത് ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ നമ്മൾ അംഗീകരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യാതെ തന്നെ അദ്ദേഹം പരസ്യമായിട്ട് നമ്മുടെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് ഒരു ചോദ്യത്തിന് ഇട കൊടുക്കാതെ തന്നെ അദ്ദേഹത്തെ പുറത്താക്കിയ കാര്യം നിങ്ങൾ ഡിക്ലെയർ ചെയ്തില്ലല്ലോ, എന്തുകൊണ്ടാണ്? അല്ല ഇപ്പൊ നമ്മൾ പത്രത്തിലോ നോട്ടിഫിക്കേഷൻ പോയിട്ടില്ല, ഇതുവരെ പത്രത്തിൽ ചെയ്തില്ല. രഹസ്യമായി വെച്ചു. അദ്ദേഹത്തെ വിട്ടല്ലോ. ഇവരെല്ലാവരും രഹസ്യമായിട്ട് അത് വെക്കുക. നാളെ എടുക്കാനായി ഇങ്ങനെ ഒരു സംഭവം പിറ്റേ ദിവസം ജെയിംസ് ജോർജ് പാസ്റ്റർ പോയത്. ദീർഘനാളുകളായിട്ട് നിങ്ങൾക്ക് അവിടെ മാസ്റ്റർ പറഞ്ഞപ്പോൾ സെക്രട്ടറി പറഞ്ഞപ്പോ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ കയറാൻ പറ്റുന്നില്ല, നിങ്ങൾ പണം മുടക്കി ഉണ്ടാക്കിയ ഫസ്റ്റ് ഫ്ലോർ മുട്ടിയിട്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ പബ്ലിക്കിനെ ഈ 3500 സഭകളെ ഇത് അറിയിച്ചോ? എന്തുകൊണ്ട് അറിയിച്ചില്ല? ഞങ്ങളെ സമാധാന കാംക്ഷികളാണ്. അതല്ല, നിങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പോകുന്നത്. അല്ല, നിങ്ങൾ വേറൊരു കാര്യമുണ്ട്. ഇത് ആ ഫ്ലോർ എന്ന് പറയുന്നത് ഇപ്പം അന്ന് ഇപ്പം കഴിഞ്ഞ നാളുകളിൽ ഇപ്പം ഈ ഒരു സാഹോദര്യ സ്നേഹത്തിലും ബന്ധത്തിലും ഒക്കെയാണ് എപ്പോഴും ഇങ്ങനെ എല്ലാ ഐക്യതയോടെ എല്ലാം ആരും അഭിപ്രായ ഭിന്നതകളുണ്ട്. ഇപ്പൊ എനിക്കും സാമ്പത്തിക അഭിപ്രായ ഭിന്നതയുണ്ടാവും, എനിക്ക് എന്റെ ഭാര്യയുമായിട്ട് അഭിപ്രായ ഭിന്നതയുണ്ടാവും. പക്ഷെ നമ്മള് അഭിപ്രായ ഭിന്നതകളല്ല, അഭിപ്രായ വ്യത്യാസം. അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം നമ്മൾ കുറച്ചേരം കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു തീർക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനകത്തിലേക്ക് വരുന്നു, നമ്മൾ മറക്കുന്നു, പോകുന്നു. കഴിഞ്ഞ കാലങ്ങളെല്ലാം തന്നെ
നമ്മുടെ മേളിൽ ഭരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഭയങ്കര സ്നേഹത്തിൽ വഹിക്കില്ല. അപ്പൊ അന്ന് കൗൺസിൽ തീരുമാനിച്ച് ഒന്നാമത് അന്നൊന്നും ഇവിടെ നമുക്ക് എനിക്കൊന്നുമില്ല എഴുതപ്പെട്ട രേഖകളൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ഡോക്യുമെന്റ്സ് ഇല്ല. ഒന്നാം തരം എടുത്തോ. എന്റെ അറിവ് നോക്കി ആ കെട്ടിടത്തിന് പോലും ലൈസൻസ് ഇല്ല. അങ്ങനെയാണ് അവര് തന്ന വിശദീകരണം അതൊന്നുമല്ല. അവര് തരാന് അതിനുശേഷം ഒരു മീറ്റിംഗ് അവിടെ നടന്നിട്ടില്ല ആരുടെയും. കാരണം ഇത് കോടതിയില് ഇതുണ്ട്. നമുക്ക് തന്നത് നമ്മുടെ ജനറൽ കൗൺസിൽ അപേക്ഷ കൊടുത്ത് ജനറൽ കൗൺസിൽ തീരുമാനിച്ച് മിനിറ്റ്സ് എഴുതിയിട്ട മുടത്തല്ല കൊടുക്കാറ്. അങ്ങനെ ഒരു ഡോക്യുമെന്റ് ഉണ്ടോ? നമുക്ക് തന്നതായിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് തന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഡോക്യുമെന്റ് ഇല്ലാത്തതുകൊണ്ട് ആ കൗൺസിലിന്റെ ഈ അടുത്ത സമയത്ത് വരെ പൊട്ടിച്ച് കളഞ്ഞെങ്കിലേ ഉള്ളൂ. അത് പിന്നെ എന്തിനേറെ പറയുന്നത് എന്റെ അറിവാണ്. അത് തെറ്റുണ്ടെങ്കിൽ തിരുത്തും. ദൈവം 10 ലക്ഷം രൂപ കൊടുത്തൊരു മുറി വാങ്ങിച്ചിട്ടുണ്ട്. അവിടെ കയറാനല്ലോ മുറിക്ക് വേണ്ടി കൊടുത്തില്ല. ഡെവലപ്മെന്റ് വഴി 10 ലക്ഷം രൂപ കൊടുക്കുന്നവർക്ക് കോംപ്ലിമെന്റായിട്ട് വരുമ്പോ ഒരു മുറി റൂം നൽകുമെന്ന് വസ്തു പ്രസിഡന്റായിരുന്ന കാലത്ത് അത് ഏതെങ്കിലും കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടോ? ഉപയോഗിച്ചു. അവിടെ ഇപ്പൊ കയറാൻ പറ്റുന്നില്ല. എത്ര കാലമായിട്ട് കയറാൻ പറ്റുന്നില്ല? ഒരു വർഷമായി. ഒരു വർഷം. അവര് 2 വർഷമായിട്ട് 2 വർഷമായി കയറാൻ കഴിയാതെ വേറെ നമ്മളെ പോട്ടുണ്ട്. നിങ്ങളുടെ PG കോഴ്സ് അവിടെ നടന്നിരുന്നു, അത് പുറത്താക്കപ്പെട്ടു. നിങ്ങളുടെ കൗൺസിൽ മീറ്റിംഗ് അവിടെ നടത്താൻ പറ്റുന്നില്ല. ഇതൊക്കെ ഞാൻ പുറമേ നിന്ന് അറിഞ്ഞ കാര്യങ്ങളാണ്. ശരിയാണ്. അങ്ങനെ അറിഞ്ഞിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം ഈ ഇന്ത്യ ദേവസഭ കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഐപിഎസ് റീജിയൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്റ്റേറ്റ്. ഏറ്റവും കൂടുതൽ, അതായത് 90% ഐപിഎസ്കാരും മലയാളികളാണ് അല്ലേ? അപ്പൊ ആ 90% വരുന്ന ഐപിഎസ്കാർ ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റിന്റെ പ്രവർത്തനങ്ങളെ കംപ്ലീറ്റ്ലി തടഞ്ഞുകൊണ്ട് അതിന്റെ ദൈനംദിന കാര്യങ്ങളെല്ലാം ഫ്രീസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഐപിഎസ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റും? നിങ്ങൾ അതിനകത്ത് ഉത്തരവാദിത്വമുള്ള ഒരു എക്സിക്യൂട്ടീവ് ആണെങ്കിൽ നിങ്ങൾ അടുത്ത നടപടി എടുക്കണ്ടേ? നിങ്ങൾ എന്തെങ്കിലും നടപടി എടുത്തോ? ഞങ്ങൾ എന്ത് നടപടി എടുക്കണമെന്നാണ് നമ്മളുടെ ആത്മീയ നിലവാരം എടുത്ത കാര്യമല്ലേ പറയുന്നത്, കല്ലുന്നു പൊട്ടിക്കുന്ന കാര്യമല്ലേ പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ സഭ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ്. എന്നതാണ് വിഷയം. ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇതാണ് സബ്ജക്ട്. ഞങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റുന്നില്ല, ഇവിടെ മീറ്റിംഗ് നടത്താൻ പറ്റുന്നില്ല, ഒരാളെ ഞങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകുന്നില്ല. ഇത് നിങ്ങൾ നിങ്ങളുടെ ലോക്കൽ സഭകളെ അറിയിക്കണ്ടേ, ശുശ്രൂഷമാരെ അറിയിക്കണ്ടേ? അത് ഇത്തരം പ്രതിസന്ധികളെ നമ്മുടെ IPC സഭകളെ അറിയിക്കുമ്പോൾ നമ്മുടെ സഭകൾക്ക് നമ്മുടെ ഭരണപരമായ കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരു ജനകീയ സമരത്തിന് ആഹ്വാനം ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ ഈ വിഷയങ്ങളെ ഞങ്ങൾ പലപ്പോഴും നിസ്സഹായരായിട്ട് നോക്കി നിൽക്കേണ്ടി വരുന്നു. കാരണം കേരള സ്റ്റേറ്റിന്റെ ഏറ്റവും പരമോന്നത സമിതി, അത് കൗൺസിൽ, നമ്മുടെ പ്രസിഡന്റിലൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ചിലപ്പോൾ യാതൊരു യുക്തിയുമില്ലാത്ത നിരോധനം റദ്ദാക്കാൻ ഉണ്ടായിട്ടുണ്ട്. അത് ഏതൊക്കെയെന്ന് വിശദീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഇപ്പോൾ ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ സത്യത്തിൽ നിസ്സഹായരായിട്ട് നിൽക്കുകയാണ്. എടുക്കുന്ന തീരുമാനങ്ങളിൽ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ഒരു കാരണവശാലും ഈ സംസ്ഥാന സമിതി ഒരിക്കലും ഭരണകാര്യങ്ങളിൽ ഒരു വ്യത്യസ്തതയും ഉണ്ടായിട്ടില്ല. വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശേഷിയുള്ള പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇതിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ. അപ്പം അത് ഒരു കാലത്തും അങ്ങനെ നമുക്ക് ഭരണപ്രതിസന്ധി ഞങ്ങളുടെ നിലപാടുകൾ കൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു IPCയുടെ ഈ ഭരണ സംവിധാനത്തിന്റെ ഘടകങ്ങൾ നമുക്ക് മേൽഘടകമാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം ഉചിതമാണെങ്കിൽ പോലും വളരെ പെട്ടെന്ന് അതിന് റദ്ദാക്കൽ വരുന്നു. അപ്പൊ ഞങ്ങൾ നിസ്സഹായരായിട്ട് നിൽക്കുന്നു. അപ്പൊ നമുക്ക് അവിടെ കുമരാട് കയറാൻ പറ്റാത്തതിന്റെ കാര്യങ്ങൾ, അതുപോലുള്ള വിഷയങ്ങൾക്കെല്ലാം ഇങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇത് എത്തുന്നത് കൊണ്ട്
നമുക്ക് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാൻ നിങ്ങൾ പറ്റില്ല. ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ വന്നവരും നിങ്ങൾ സഭകളോട് ഉത്തരവാദിത്വമുള്ളവരുമാണ്. ആ നിലയിൽ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് ഇത് ജനങ്ങളെ അറിയിക്കാൻ, ശുശ്രൂഷകന്മാരെ അറിയിക്കാൻ. മറ്റൊന്നും തലവേദന കൊല്ലാനോ അല്ലെങ്കിൽ സമരം നടത്താനോ അല്ല നമ്മൾ ആവശ്യപ്പെടുന്നത്. അറ്റ്ലീസ്റ്റ് സഭ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലൂടെ പോവുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നെങ്കിലും നിങ്ങൾ ഒരു കത്തോ ഒരു പ്രസ്താവനയോ ഒരു പത്രസമ്മേളനമോ നടത്തി ഈ കാര്യം ജനത്തെ അറിയിക്കാനുള്ള ബാധ്യത നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് നിശ്ചയമായിട്ടുമുണ്ട്. ഇപ്പൊ ഞങ്ങള് കേരളം മുഴുവൻ ഒരു പ്രാർത്ഥന ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ മേൽഘടകം ഈ മേൽഘടകം നിങ്ങൾ സഹായിക്കാത്തിടത്തോളം കാലം ലോക്കൽ സഭകളാണ് ഓർമ്മ ശരിയാണെങ്കിൽ ലോക്കൽ സഭകളാണ് ഏതോ ഒരു പ്രാവശ്യം നമ്മള് കൺവെൻഷനോട് ഞങ്ങളെ സ്റ്റേറ്റ് കൺവെൻഷനോട് നമ്മൾ അയച്ച കഥയിനകത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൃഷി നടക്കുന്നില്ല, അതിന് മറ്റുള്ളവർ നമ്മുടെ സഭയെ യൂട്യൂബിലൂടെ 3, 4, 5 എപ്പിസോഡായിട്ട് ഇങ്ങനെ അവതരിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ പുറത്താക്കിയെന്ന് പറയുന്നു. ഈ പുറത്താക്കിയത് പ്രസിഡന്റിന് കൂടി തീരുമാനമോ എക്സിക്യൂട്ടീവ് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രസിഡീസോ അല്ലെങ്കിൽ പ്രസിഡീസോ സഭയുടെ അറിയിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചില കാര്യങ്ങൾ നമ്മുടെ രഹസ്യമായി ചില പുറത്താക്കാറുണ്ട്. പക്ഷെ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് പബ്ലിക്കായിട്ടാണ് നമ്മുടെ സഭയെ, വിശ്വാസങ്ങളെ, സഭയെല്ലാം അത് പഠിച്ച് നമ്മൾ രഹസ്യമായിട്ട് പുറത്താക്കിയത് ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അതിനെല്ലാം പേപ്പർ പോയിട്ടുണ്ടോ? കഴിഞ്ഞ ആളുകൾ കണ്ടൊഴിച്ചോ? ഇന്ത്യ സഭ പോലെ ഉപദേശത്തിനും അതിന്റെ കാര്യങ്ങളും പ്രാധാന്യം നൽകുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഇതുപോലെ ഒരാൾ നാളെ ഇതേപോലെ 10 പേരെ അത് പുറത്തിറങ്ങിയിട്ടില്ല. നിങ്ങൾ ഈവൻ മലയാള മനോരമയിൽ ഈ എല്ലാ പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് ഒരു പ്രശ്നമാണത്. അപ്പൊ അതില് ഞങ്ങൾ ഈ കെട്ടിനകത്ത് 3 പ്രശ്നങ്ങൾ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ട് സമാനതകളില്ലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ നമ്മൾ പൊക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഓരോ സന്ദർഭങ്ങളിലും നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് നിങ്ങൾ എടുക്കാതിരുന്നതിന്റെ അനന്തരഫലമാണ് ഇതെല്ലാം കൂടെ സംഘടിപ്പിച്ച് ഇങ്ങനെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ സന്ദർഭങ്ങളിലും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കില്ല. ഈ നമ്മുടെ കൗൺസിൽ ഒരു വെബ് പോർട്ടൽ സംവിധാനത്തെ മാനേജ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു സമിതി ഉണ്ടാക്കി, നമ്മുടെ കൗൺസിൽ ഉണ്ടാക്കി. വെബ് പോർട്ടൽ സംവിധാനത്തെ കൗൺസിലിൽ നിന്ന് ഒരു സമിതി ഉണ്ടാക്കി. ആ സമിതിയെ ചുമതലപ്പെടുത്തി വെബ് പോർട്ടൽ സംവിധാനങ്ങൾ മാനേജ് ചെയ്യേണ്ടതിന് വേണ്ടി ഇന്ന ആൾക്കാർ അടങ്ങിയ സമിതിയെ ഞങ്ങൾ നിയമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കത്ത് കൗൺസിൽ എടുത്ത തീരുമാനത്തിന്റെ കത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ പേപ്പർ അതിലെ ഒരു അംഗം തിരുവനന്തപുരത്ത് ഡേവിഡ് സാം എന്ന് പറയുന്ന അംഗം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 5 മണി വരെ ഓഫീസിൽ നിന്നിട്ട് അദ്ദേഹം കൊടുക്കാതെ അദ്ദേഹം അവിടുന്ന് ഈ ഡേവിഡ് സാം തിരുവനന്തപുരത്ത് വണ്ടി അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇതിന്റെ മേളിൽ ഈ മാനേജറുടെ മേളിൽ സാറേ ഈ മാനേജറുടെ മേളിൽ ഒരാളെ വെക്കുക എന്ന് പറയുന്നത് അദ്ദേഹം സമ്മതിക്കത്തില്ല. അപ്പൊ ഇവർ കൗൺസിൽ അംഗങ്ങളെ പോലും അങ്ങേറുടെ മേളിലോട്ടോ അങ്ങയുടെ കൂടെ ഇരുത്താൻ നോക്കിയിട്ട് ഒരു വീഴ്ത്താൻ സമ്മതിക്കുന്നില്ല. അവർ കത്ത് കൊടുക്കാൻ പോലും കൊടുക്കുന്നില്ല. ഓഫീസിലെ അക്കൗണ്ടന്റ് രാഷ്ട്രീയത്തിലൂടെ ഒരു പെട്ടെന്നാർക്ക് ഒരു കാര്യം ചോദിക്കാൻ പറ്റത്തില്ല.
മാനേജരോട് ചോദിച്ചെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. പേരിന് വിരോധം പ്രസിഡന്റ് പ്രസിഡന്റ് വത്സനബ്രാന്ന് പറയണം. ഡോക്ടർ ടി ഫൈനലി എന്ത് തീരുമാനമല്ല എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ജനത്തോട് പറയാനുള്ളത്, ഞങ്ങളോടല്ല, ജനത്തോട് നിങ്ങൾക്ക് പറയാനുള്ളത്. പത്രക്കാരിൽ നിന്ന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അതെ, ഞങ്ങൾ ചെയ്യണം. ഞങ്ങൾ ആ പ്രസ് റിലീസ് അതുകൊണ്ട് പിന്നെ യാഥാർത്ഥ്യങ്ങൾ ഇപ്പോൾ കേരള സ്റ്റേറ്റിന്റെ നിജസ്ഥിതി നിങ്ങളുമായിട്ട് വിശദീകരിച്ചുകൊണ്ട് അത് ക്രോഡീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ വാർത്തകൾ പ്രസിദ്ധപ്പെടുത്തുന്നതിന് ഞങ്ങൾ സ്വാതന്ത്ര്യം നൽകിയിരുന്നു. അതുകൊണ്ട് അത് പറയാം. ഞങ്ങളുടെ റിയാലിറ്റി സെക്രട്ടറി പറഞ്ഞത് എല്ലാ സ്വാതന്ത്ര്യവും ഇല്ല, ക്രോഡീകരിച്ചുകൊണ്ട് വാർത്ത കൊടുക്കാനായിരുന്നു. ഈ പ്രസ് റിലീസിൽ ആസ്പദമാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മറ്റെല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടില്ല. ഞങ്ങൾക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി നിങ്ങളെല്ലാം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുമ്പിൽ നിന്ന് പത്രപ്രവർത്തനം നടത്തുന്ന ആളുകൾ. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും അതിനു വേണ്ട കാര്യങ്ങളൊക്കെ ജീവിക്കപ്പെട്ടവർ അതിന് ഉത്തരവാദിത്വം കാണിക്കാതിരിക്കുന്നത് പറയാനുള്ള ഉത്തരവാദിത്വം അങ്ങനെ ഒരു ബലഹീനത ഭാഗത്തുണ്ട്. ചെയ്താൽ ഈ മാസ്റ്റേഴ്സിനെ കുറിച്ചും ചർച്ചകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ലഭ്യമായ രേഖകൾ വെച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ കളക്ട് ചെയ്യുന്നു. അത് മാനുവലി പ്രതിപാദിക്കും. ഇപ്പോ ഒരു സമാന്തര സംവിധാനം ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾ ഒരു സമാന്തര സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് അപ്പോ ഈ ഡേറ്റാസ് അല്ലേ നമുക്ക് അത്യാവശ്യം. വോളണ്ടിയേഴ്സ് ആണ് നിങ്ങൾക്ക് പരിചയമുള്ള പ്രോഗ്രാംസ് ഉള്ളവരെ അവിടെ സാർ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നല്ലതാണ്. കാരണം നമ്മുടെ ആളുകളെല്ലാം ഇപ്പം നേരിട്ടുള്ള അറിയിപ്പ് നമ്മൾ കൊടുക്കുന്നില്ല, മാധ്യമങ്ങളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിയുന്നത്. അപ്പം നമ്മുടെ ഓഫീസ് സംവിധാനം സമാന്തര സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇനിയും എന്ന് നമുക്ക് തിരിച്ചു കിട്ടുന്നോ അന്ന് വരേക്കും ഓഫീസ് സംവിധാനം അല്പം ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഓഫീസ് സംവിധാനത്തിന് സമാന്തര പരിപാടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ജനങ്ങൾ അറിയണം. അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആകെപ്പാടെ താറുമാറാന്ന് പറഞ്ഞ് പിന്നെ വെറുതെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ കാര്യങ്ങൾക്ക് ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക്
അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.